സ്നേഹമുള്ള സജി വളരെ വളരെ ചുരുക്കിയും വ്യക്തമായും ഈ സഭ എങ്ങനെ സ്ഥാപിതമായി എന്നുള്ളതിനെക്കുറിച്ച് പറയുണ്ടായി. ഒരുപക്ഷെ എൻ്റെ പ്രസംഗത്തിൻ്റെ 40% സജി പറഞ്ഞു, ഇനി ബാക്കിയുള്ള 60%. സജിയെക്കാരൻ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. കാരണം വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പുത്തൻ തലമുറയ്ക്ക് അറിയത്തില്ലാത്ത നാം എങ്ങനെ നാമായി എന്നുള്ള കാര്യം വളരെ സുവ്യക്തമായി അവതരിപ്പിച്ചതിന് പ്രത്യേകിച്ച് നന്ദി. അത് നമ്മെ ഏതെങ്കിലും തരത്തിൽ മാനസികമായോ ചിന്താപരമായോ തളർത്താനല്ല, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ആ ഒരു വീര്യം, ആ ഒരു ഒരുമ, ഒരു ഐക്യബോധം, അതെല്ലാം പുത്തൻ തലമുറയിൽ ഒട്ടും മാറ്റമില്ലാതെ ഇരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകമായി ഓർക്കുക, നാം എങ്ങനെ നാമായി എന്ന്. ഒരുപക്ഷെ നമ്മിൽ തന്നെ ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റു പല കാര്യങ്ങളോ കണ്ടേക്കാം. എന്നാൽ പൊതുവായിട്ടുള്ള നമ്മുടെ നിലനിൽപ്പിന് അതൊന്നും വിഘാതമായി, നമ്മുടെ ഉയർച്ചയ്ക്ക് അത് വിഘാതമായി തീരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ കേട്ടതുപോലെ ദൈവം നമ്മളെ ഉയർത്തി ഇപ്രകാരമാക്കിയിരിക്കുന്ന പോലെ മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ ഐഡൻറ്റിറ്റി എന്നുള്ളത് ഇന്നേക്ക് 50 വർഷം മുമ്പ് നാം രൂപപ്പെടുത്തിയതാണ്. അത് വേറെ ഒന്നും കൊണ്ടായിരുന്നില്ല. ഒരു വിശ്വാസ ജീവിതത്തിന് ഒരു ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ദൈവാലയമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ അതിനെ രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ദൈവത്തിനും ദൈവവചനത്തിനും ഇതിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. അത് നമ്മൾ കേട്ടുവല്ലോ. പലപ്പോഴും കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ചരിത്രം, ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ ചരിത്രം എന്ന് പറയുന്നത് അതിൻ്റെ 75% കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ചരിത്രമാണ്. തീർച്ചയായും അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ ക്രിസ്തീയ സഭകളുടെ ചരിത്രം നോക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ എന്നുള്ളത്. ഇവിടെ എന്നാൽ ഈ സഭ സ്ഥാപിതമാകുന്നതിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മിഷണറിയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. മറ്റു പല കാരണങ്ങളാണ് അതിലേക്ക് ഇങ്ങനെ ഒരു സഭ രൂപീകരണത്തിന് ഇടയായി തീർന്നത് എന്ന് നമ്മൾ കേട്ടു. കേരളത്തിലെ സഭകളുടെ വളർച്ച, അതിൻ്റെ ചരിത്രമൊക്കെ നോക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. അത്രയും കൊടിയതായിട്ടുള്ള പീഡനങ്ങളുടെ പ്രയാസങ്ങളോടെ കടന്നുപോയൊരു ചരിത്രം നമ്മുടെ പിതാക്കന്മാരിൽ പലർക്കും ഉണ്ട്. അതാണ് അതിൻ്റെ ചരിത്രം. മനുഷ്യനായിട്ട് ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ ഇന്നത്തെ അഭ്യസ്തവിദ്യരായ തലമുറയ്ക്ക് അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റും എന്നറിയത്തില്ല. അതിനെല്ലാം മാറ്റം വരുത്തുവാൻ ദൈവം തക്ക സമയത്ത് മിഷണറിമാരെ അയച്ചു എന്നുള്ളത് സത്യമാണ്. അവർ വളരെ നിസ്വാർത്ഥമായി കർത്താവിനെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റി എന്നുള്ളത് സത്യമാണ്. ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെയും തെക്കൻ തിരുവിതാംകൂറിൽ പല സഭകളിലും പോവുകയും പല സഭകളുടെ ജൂബിലി ആഘോഷങ്ങളിലും സഭാദിനങ്ങളിലും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെയും പ്രത്യേകിച്ച് സഭാദിനത്തിൽ പങ്കെടുക്കുമ്പോൾ അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് ഈ സഭയുടെ ചരിത്രം അവരങ്ങ് എഴുതി വായിക്കും. അതുവരെയുള്ള ചരിത്രമാണ് വായിക്കുന്നത്. വളരെ ചുരുക്കമായി ആര് ഈ സഭ സ്ഥാപിച്ചു, ഏത് മിഷനാണ് സ്ഥാപിച്ചത്, ആരെല്ലാമാണ് അവിടെ വിശ്വാസത്തിലേക്ക് വന്നത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ട് വായിക്കുന്ന ഒരു രീതി. നമ്മൾ വാർഷിക റിപ്പോർട്ട് പോലെ വായിക്കുന്നതാണ് സഭയുടെ ചരിത്രമാണ് അത് വായിക്കുന്നത്. അതിലെല്ലാം വളരെ പ്രത്യേകമായി ചില സ്ഥലങ്ങളിൽ അവിടുത്തെ പിതാക്കന്മാർ മാതാക്കൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, ഭാരങ്ങളെക്കുറിച്ച് കേൾക്കുവാനും ഇടയായി തീർന്നത് ഞാൻ സമയത്ത് ഓർക്കും. അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകമായ താല്പര്യം ക്രിസ്തു സഭയോട് ചേർന്ന് നിൽപ്പാൻ അവർക്കുണ്ട് എന്നുള്ളതും പരമാർത്ഥമായ കാര്യമാണ്. അത് ഒരു വിഭാഗത്തിൽ മാത്രമല്ല, പല പല വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞു നിൽക്കുന്ന നമ്മുടെ സമൂഹത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കും അവരുടേതായ ചരിത്രങ്ങളുണ്ട്. എല്ലാം പീഡനങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഭാരങ്ങളുടെയും ചരിത്രം തന്നെയാണ് എന്നുള്ളതിന് തർക്കമില്ല. സാമൂഹികമായി വളരെ പിന്നോക്കം നിൽക്കുകയും ഇല്ലായ്മ ചെയ്യാൻ ഒരുപക്ഷെ മനുഷ്യരായിട്ട് കരുതാൻ പോലും
പരിഗണിക്കാതിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു ഒരു വിഭാഗം ജനങ്ങൾക്ക്. എന്നാൽ അന്ന് അതുവരെ ക്രിസ്തുവിശ്വാസത്തിലേക്ക് വരാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ നേരത്തെയുള്ള വിശ്വാസത്തിൽ ഉള്ള ആളുകളായിട്ട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ടായി, ജീവിക്കാൻ പറ്റാത്ത നിവൃത്തിയില്ലാത്ത അവസ്ഥകളൊക്കെ വന്നു. അങ്ങനെയും ചരിത്രമുണ്ട്, പല പ്രകാരങ്ങളിലും ചരിത്രങ്ങൾ ഉണ്ട്, അതെല്ലാം യാഥാർത്ഥ്യമാണ്. അതിനെല്ലാം നടുവിൽ ജീവൻ പണയം വെച്ച് ചില പിതാക്കന്മാർ അവർ നിന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ചരിത്രമൊക്കെ നമ്മളെ കുളിരണിയിക്കുന്ന ചരിത്രമാണെന്ന് പറയാതിരിക്കാൻ തരമില്ല. തീർച്ചയായും ഈ കരിമ്പൻ ഇടവകയുടെ ചരിത്രം നോക്കുമ്പോൾ പ്രിയപ്പെട്ട പി ടി പൊങ്കുടി എന്ന് പറഞ്ഞാൽ പി ടിയെ കുറിച്ച് നമ്മൾ കേട്ടു. വളരെ സത്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിച്ച് ജയിച്ച് അവിടെ കരിമ്പനിൽ വന്ന് ഇറങ്ങുമ്പോൾ ബസ്സിലാണ് അദ്ദേഹം വന്നിറങ്ങും. ഇവിടെ നിന്നുള്ള സഭാമക്കൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളെല്ലാം കൂടെ ട്രംപൊക്കെ കൂട്ടി അദ്ദേഹം സ്വീകരിക്കുന്നത് ഞാൻ ഓർക്കുന്നു. എന്നെ അന്നും ഇന്നും വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഒരു ഐക്യതയാണ്. അതെങ്ങനെയാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കാത്തു സൂക്ഷിക്കണം എന്നാണ് എൻ്റെ പക്ഷം. ചരിത്രം സജി പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അത് പറഞ്ഞപ്പോൾ ഒരു കഥ പോലെ നമുക്ക് കേട്ടു എങ്കിലും, പുത്തൻ തലമുറ കേട്ടുവെങ്കിലും, ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ ഉണ്ടായ മാനസിക, സാമൂഹിക, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒന്ന് വേറെയാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല. അതുകൊണ്ട് തന്നെ കരിമ്പൻ സെന്റ് തോമസ് ഇടവകയ്ക്ക് തനതായ ഒരു ചരിത്രമുണ്ട്. അവരെ ഈ സഭയിൽ ആരാധനയ്ക്ക് ആ കാലം തൊട്ട് ഈ കാലം വരെയും ആരാധനയിൽ വരുന്നതിൽ സഭാമക്കൾ വളരെ ഉത്സുകരാണ്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, സജീവ് അവർ ചെറുതോണിയിലാണ് താമസിക്കുന്നത്. ചെറുതോണിയിലെ അവിടെ ഇടുക്കി പള്ളിയുണ്ട്, അല്ലെങ്കിൽ ബസ്സിന് വന്ന മറ്റ് പല പള്ളികളുമുണ്ട്. പക്ഷെ അവരിവിടെ വന്ന് കുട്ടികളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയും അവർ തന്നെ ആരാധന കൂടുകയും ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടെ ആ കാര്യം മുടക്കം കൂടാതെ ചെയ്യുന്നത് ഞാൻ പലയിടത്തും പോയി പറഞ്ഞിട്ടുണ്ട്. അത്രയും അതിൻ്റെ ഒരു പകുതിയെങ്കിലും തീക്ഷ്ണത മറ്റ് സഭക്കാർക്ക് വേണം, പള്ളിയോട് വേണം, ദേവാലയത്തോട് വേണമെന്നൊക്കെ പറയാം. ആ ഒരു തീക്ഷ്ണതയും ചേർന്ന് നിൽപ്പാണ് ഇന്ന് നമ്മളെ ഈ നിലയിൽ എത്തിച്ചത് എന്ന് ഞാൻ സമയത്ത് പറയട്ടെ. പുതിയൊരു നാഴികക്കല്ലാണ്, അല്ലെങ്കിൽ വേദോത്സവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഇതൊരു ജൂബിലിയായിട്ട് നമ്മൾ പറയുന്നു. 50 വർഷം എന്ന് പറഞ്ഞാൽ ജൂബിലി വർഷമാണ്. ജൂബിലി വർഷത്തിന് ശേഷം 51 തുടങ്ങുകയല്ല. വേദോത്സവം നോക്കുമ്പോൾ 1 എന്നാണ് തുടങ്ങുന്നത്. 50 കഴിഞ്ഞാൽ പിന്നെ 1 എന്നാണ് തുടങ്ങുന്നത്. 49 വർഷം കഴിഞ്ഞാൽ 50-ാം വർഷം ജൂബിലിയാണ്. ജൂബിലി വർഷത്തിൽ എങ്ങനെയെല്ലാം ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിസ്തരിച്ച് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ആദ്യം ദൈവം എങ്ങനെയാണോ ആ സമൂഹത്തെ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ചരിത്രമാണ് നോക്കുമ്പോൾ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതിലേക്ക് തിരികെ പോകണം എന്നുള്ളതാണ് അതിൻ്റെ ആശയം. അപ്പോൾ 1 എന്നുള്ളൊരു തുടക്കമാണ് ഓരോ 50 വർഷം കഴിയുമ്പോഴും തുടങ്ങേണ്ടത്. ഇവിടെ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ 1 എന്ന് തുടങ്ങുകയാണ്. പ്രത്യേകിച്ച് പുതിയൊരു ദേവാലയത്തിന് നമ്മൾ അടിസ്ഥാനക്കല്ല് അത് പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. സാധാരണ രീതിയിൽ അടിസ്ഥാനക്കല്ല് ഇട്ടതിന് ശേഷം ഒരു കല്ലിടും, എന്നിട്ട് പിന്നെ ബുൾഡോസർ വെച്ച് അല്ലെങ്കിൽ JCB ഇളക്കി കറിഞ്ഞ് പല സമയങ്ങളിലും ആ കല്ലിടാണ്ട് പോയതും ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെയൊന്നും പറ്റരുത്, കാരണം അത് നമ്മൾ ഒരു പ്രധാനപ്പെട്ട സംഗതി ആകുന്നുവല്ലോ. അതുകൊണ്ടാണ് കല്ലിടുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞത്. അത് കല്ല് കൃത്യമായി പ്രാർത്ഥിച്ച് നമ്മൾ പ്രതിഷ്ഠിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. അടിസ്ഥാന കല്ലിൻ്റെ പണി ആരംഭിക്കുമ്പോൾ അതൊരു പക്ഷേ പില്ലറിൻ്റെ പണിയായിരിക്കാം, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ്റെ പണിയായിരിക്കാം. എപ്പോഴാണെങ്കിലും അതിൻ്റെ ഏറ്റവും അടിയിൽ അത് ഇളകാതെ അത് സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഓർമ്മ കൊടുക്കണം എന്നൊക്കെയും പറഞ്ഞ്, കാരണം നമ്മളിത് കമ്മിറ്റിക്കാരെല്ലാം പറയും, പണി നമ്മൾ വേറെ ആൾക്ക് കൊടുത്താൽ അവരെന്ത് ചെയ്യും, അവരുകൊണ്ട് മാന്തി പണിയും നടത്തും. പണി ഒരു ലെവൽ കഴിയുമ്പോഴായിരിക്കും കല്ലിട്ടില്ലല്ലോ എന്ന കാര്യം ചിലപ്പോൾ ഓർക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാകരുത് എന്ന് ഓർപ്പിച്ചുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞത്. ഇത് 1 എന്നൊരു തുടക്കമാണ്. വളരെ പ്രാർത്ഥന ഇതിനാവശ്യമാണ്. പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുവാനും എപ്രകാരം നമ്മളിവിടെ ഒരു സഭ രൂപീകൃതമായി തീരുവാൻ ഇടയായി തീർന്നു, അതിൻ്റെ സാമൂഹിക പശ്ചാത്തലം നമുക്കുണ്ട്. അത് ഒരുപക്ഷെ മാറ്റമുണ്ടായിരിക്കാം. എന്നാൽ അതിലൂടെ അന്നത്തെ സഭാപിതാക്കന്മാർ, നമ്മുടെ കാർന്നവന്മാരെ, അവർ ചെയ്തൊരു കാര്യമുണ്ട്. അത് വിശ്വാസവുമായിട്ട് കൂട്ടിച്ചേർത്തിരുന്നു, അല്ലെങ്കിൽ ദൈവവചനവുമായിട്ടും ദൈവവുമായിട്ടും ആ ഒരു ഗ്രൂപ്പിനെ കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് നമുക്കിവിടെ സഭ സ്ഥാപിതമായി എന്നാണ് നമ്മൾ കേട്ടത്. അതുകൊണ്ട് ആ ഒരു ചേർന്ന് നിൽപ്പ്, കൂട്ടമായി സമൂഹമായി ദൈവത്തോടും ദൈവവചനത്തോടും ചേർന്ന് നിൽപ്പ് നമുക്ക് എപ്പോഴും അനിവാര്യമാണ്. അതിനിയും അതങ്ങനെ തുടർന്നു പോകട്ടെ. പുത്തൻ തലമുറയും ദൈവത്തോടും ദൈവവചനത്തോടും ചേർന്ന് പോകുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ജൂബിലി വർഷത്തിൽ എല്ലാവിധമായ ആശംസകളും ഞാൻ തരികയാണ്. ഇന്ന് ഈ
പ്രത്യേക സ്തോത്ര ആരാധനയിൽ പങ്കുചേരുന്ന ഡയസിസൻ ഓഫീസേഴ്സ് സ്നേഹമുള്ള ബിജോയിച്ചൻ, അതുപോലെ തന്നെ ഡയസിസൻ പാസ്റ്റർ ബോർഡിൻ്റെ സെക്രട്ടറി സ്നേഹമുള്ള ജോസഫ് മാത്യു അച്ഛൻ, നമ്മുടെ പ്രിയപ്പെട്ട മാക്സിൻ ജോൺ അച്ഛൻ, നമ്മുടെ ഈ ജില്ലയുടെ സഭാജലിക്ക് നേതൃത്വം നൽകുന്ന സ്നേഹമുള്ള ജോസലിൻ അച്ഛൻ, അതോടൊപ്പം തന്നെ ഉപ്പുതോട് ഇടവകയ്ക്ക് നേതൃത്വം നൽകുന്ന സ്നേഹമുള്ള ജേസൺ അച്ഛൻ, നമ്മുടെ ഈ ഇടവകയ്ക്ക് വളരെ ശക്തമായ നേതൃത്വം നൽകി മുമ്പോട്ട് പോകുന്ന നമ്മുടെ ജഷിമണി അച്ഛൻ, സൂചിപ്പിച്ചതുപോലെ തന്നെ വയ്യ എങ്കിലും അദ്ദേഹം തൻ്റെ ദൈവവിളിയെ ഓർത്ത് മാക്സിമം ഇവിടെ അതിൻ്റെ ശുശ്രൂഷകളൊക്കെയും ചെയ്തിരിക്കുന്നു. കൊച്ചമ്മയോട് അവർ രണ്ടുപേരും ചേർന്ന് അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കേട്ടുവല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനരായ സഭാ ശുശ്രൂഷകരെ അവരെ എല്ലാവരെയും ഞാൻ ശ്രമിത്ത് ഓർക്കുന്നു, കൊച്ചമ്മമാരെ ഓർക്കുന്നു, സാറന്മാരെ എല്ലാവരെയും ഞാൻ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റു. പ്രത്യേകിച്ച് ഇന്നത്തെ പ്രധാനപ്പെട്ട ദിവസം ഇത് ജൂബിലി സ്തോത്ര ശുശ്രൂഷയാണെങ്കിലും സ്ഥിരീകരണ ശുശ്രൂഷയും കൂടെ ആവുന്നുവല്ലോ. ഇന്ന് 19 കുട്ടികളാണ് ഇന്ന് സ്ഥിരീകരണ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്. 19 പേർ അല്ലേ? ഓക്കെ, ഇന്ന് നിങ്ങളാണ് അതിനകത്തെ പ്രധാനപ്പെട്ട ആളുകൾ. അതുകൊണ്ട് ആദ്യമേ ഈ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങളോട് ചില ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. നിങ്ങളതിന് ഉത്തരം പറയാം. അറിയാവുന്ന ഉത്തരം പറഞ്ഞാൽ മതി, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, അതുകൊണ്ട് നിങ്ങളെ വളരെ സന്തോഷത്തെ ഞാനും സ്വാഗതം ചെയ്യും. രാജാക്കന്മാരുടെ പുസ്തകമാണ്, 1-ാം പുസ്തകമാണ് നമ്മളിവിടെ വായിച്ചത്. അതേ പുസ്തകത്തിൽ തന്നെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം 37-ാം വാക്യം എടുക്കണമെന്നില്ല, ഞാനത് പറഞ്ഞോളാം. 6-ാം അധ്യായം 37-ാം വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: 4-ാം ആണ്ട് സ്യൂ മാസത്തിൽ യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനമിടുകയും 11-ാം ആണ്ട് 8-ാം മാസം ബുൽ മാസത്തിൽ ആലയം അതിൻ്റെ സകല ഭാഗങ്ങളുമായി അതിൻ്റെ മാതൃകപ്രകാരമൊക്കെയും പണി തീർക്കുകയും ചെയ്തു. അങ്ങനെ അവൻ 7 ആണ്ടുകൊണ്ട് അത് പണി തീർക്കും. യെരുശലേം ദേവാലയത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഭൂമിയിലെ ദൃശ്യമായ സ്ഥിരമായിട്ടുള്ള ആദ്യത്തെ ദേവാലയം അതെങ്ങനെ പണിയപ്പെട്ടു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 7 വർഷം കൊണ്ടാണ് അത് പണി തീർത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറയുമ്പോൾ 7 വർഷം ഈ ആലയം പണിയാൻ എടുക്കും എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, എങ്കിലും യെരുശലേം ദേവാലയത്തിൻ്റെ ആ പണിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റു ചില വിശേഷപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 5-ാം അധ്യായത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ആ അധ്യായങ്ങളിൽ ആലയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ശലോമോൻ 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതിൽ 12 ഇതാണ്. 12 മുതൽ: യഹോവ ശലോമോനോട് അരുളിച്ചതുപോലെ അവന് ജ്ഞാനവും നൽകി. ഹീരാമും ശലോമോനും തമ്മിൽ സമാധാനമായിരുന്നു. അവർ ഇരുവരും തമ്മിൽ ഉടമ്പടി ചെയ്തു. ശലോമോൻ രാജാവ് ഇസ്രായേലിനൊക്കെയും ഊഴിയവേലക്കാരെ വരിയിട്ടെടുത്തു. ഊഴിയവേലക്കാർ 30,000 പേരായിരുന്നു. അവിടെ അത് തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ആ പണിക്ക് ഏർപ്പെട്ടിരുന്ന ആൾക്കാരെക്കുറിച്ച് അതിൻ്റെ എണ്ണമൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ വേല ചെയ്യുന്ന ജനത്തെ ഭരിച്ച് വേല നടത്തുന്ന 3300 പ്രധാന കാര്യക്കാരന്മാരൊഴികെ ശലോമോന് 70,000 ചുമട്ടുകാരും മലയിൽ 80,000 കല്ലുവെട്ടുകാരും ഉണ്ടായിരുന്നു. ആലയത്തിന് ചെത്തിയ കല്ലുകൊണ്ട് അടിസ്ഥാനം ഇടുവാൻ അവർ രാജകൽപ്പന പ്രകാരം വിശേഷപ്പെട്ട വലിയ കല്ല് വെട്ടി അവിടെ ആലയത്തിന് ആലയം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുക്കളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ 6-ാം അധ്യായം 7-ാം വാക്യപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിൻ്റെയും ഒച്ച ആലയത്തിങ്കൽ കേൾപ്പാനില്ലായിരുന്നു. ആലയം പണി നടക്കുന്നു എന്ന് അതിൻ്റെ അടുത്ത് പോയി കണ്ടാൽ മാത്രമേ അറിയത്തുള്ളൂ. മറ്റ് യാതൊരു വിധമായ ശബ്ദങ്ങളും അവിടെ കേൾക്കാനില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം അതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകളെല്ലാം വെട്ടുകുഴിയിൽ വെച്ച് തന്നെ സകലവിധമായ കുറവുകളും തീർത്തതിന് ശേഷം അവിടെ കൊണ്ടുവന്ന് വെച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം വെട്ടുകുഴിയിൽ തന്നെ ഒരു കല്ല് എപ്രകാരമായിരുന്നു, ഏത് സ്ഥലത്ത് ഏത് ഭാഗത്ത് വെക്കേണ്ട കല്ല് അതെങ്ങനെയായിരിക്കണം, അതിൻ്റെ രൂപം, ഭാവം, അളവ് എല്ലാം അതിൻ്റെ രീതികളെല്ലാം പറഞ്ഞ് അത് അപ്രകാരം തന്നെ അവിടെ അതിനെ പണി കുറവ് തീർക്കുകയും അല്ലെങ്കിൽ ചെത്തി വെടിപ്പാക്കിയതിന് ശേഷം അത് അതാത് സ്ഥാനത്ത് കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തി. അതുകൊണ്ട് പണി നടക്കുന്ന സമയത്ത് വന്ന് ആ കല്ല് അടിക്കുകയോ ശബ്ദമുണ്ടാക്കുകയോ ഒന്നും ചെയ്യേണ്ടി വന്നില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം. അപ്പോൾ എന്തുമാത്രം ശ്രദ്ധയോടെയാണ്
ദൈവത്തിൻ്റെ ആലയം പണിയപ്പെട്ടത് എന്ന് അവിടെ അതൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ഇത്രയും പറഞ്ഞത്. പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒത്തിരി വേദഭാഗങ്ങളുണ്ട്, എങ്കിലും പറയട്ടെ. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം ഒരു മാതൃക ഇത് പണിയുന്ന ശലോമോന് കാണിച്ചു കൊടുക്കുന്നു. എങ്ങനെയാണ് ആലയം പണിയുന്നത്, എങ്ങനെയായിരിക്കണം ആലയം എന്നുള്ളൊരു മാതൃക കാണിച്ചു കൊടുക്കുകയും ആ മാതൃക പ്രകാരം തന്നെ പണി തീർക്കുകയും ചെയ്തു. ഓർക്കണം, ആലയം ദൈവാലയം, വെറും ആലയമല്ല, ദൈവാലയം പണിയാൻ ദൈവം തന്നെ ഒരു മാതൃക കൊടുത്തു. അത് മനുഷ്യൻ്റെ മാതൃകയല്ലായിരുന്നു, മനുഷ്യൻ്റെ പ്ലാൻ അല്ലായിരുന്നു, ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ചാണ് ദൈവാലയം പണിയപ്പെട്ടത്. അത് നമുക്ക് ഇക്കാലത്തും എക്കാലത്തുമുള്ള ഒരു മുൻകുറിയാണ്. അത് നമ്മൾ മറന്നു പോകരുത്. ദൈവാലയമാണ് പണിയുന്നതെങ്കിൽ അതെങ്ങനെ ഇരിക്കണം? ദൈവത്തിൻ്റെ ആലോചന അതിൻ്റെ പിന്നിലുണ്ടായിരിക്കണം, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചായിരിക്കണം. മനുഷ്യൻ്റെ ആലോചന അവിടെ ഒന്നുമേ ഇല്ല. ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം അത് പണി ചെയ്തു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അതിലെ ഉപയോഗിക്കേണ്ട വസ്തുക്കളെല്ലാം ദൈവം പറഞ്ഞു കൊടുത്ത പോലെയായിരുന്നു. വാതിൽ എങ്ങനെയായിരിക്കണം, ജനൽ എങ്ങനെയായിരിക്കണം, അതിൻ്റെ മച്ചെങ്ങനെയായിരിക്കണം, ഭിത്തികൾ എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഉൾവശം എങ്ങനെയായിരിക്കണം, അതിൻ്റെ നടുത്തളം എങ്ങനെയായിരിക്കണം, വിശുദ്ധ സ്ഥലം എങ്ങനെയായിരിക്കണം തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ദൈവം തന്നെ മാതൃക കാണിച്ചു കൊടുത്ത് അതിന് പ്രകാരം പണിതു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തെല്ലാം മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കേണ്ടത്? പൊന്ന് ഉപയോഗിക്കേണ്ടത് എവിടെ, തങ്കം ഉപയോഗിക്കേണ്ടത്, വെള്ളി ഉപയോഗിക്കേണ്ടത് എവിടെ, ഇരുമ്പ് എവിടെ ഉപയോഗിക്കണം, താമ്രം എവിടെ ഉപയോഗിക്കണം, അതെല്ലാം സ്വരുക്കൂട്ടിയതിനു ശേഷമാണ് ആലയം പണി തുടങ്ങിയത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ മനോഹാരിതയിൽ തീർത്തു എന്ന് കാണുവാൻ സാധിക്കും. അതിനെക്കുറിച്ച് ദാവീദ് രാജാവും അതുപോലെ തന്നെ ശലോമോൻ രാജാവും പറയുന്ന കാര്യമുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ ആലയം, ഈ ദൈവം എന്ന് പറയുന്നത് ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും കാണുന്നതിനെയും കാണപ്പെടാതിനെയും ഒക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, സ്വർഗത്തിൽ അധിവസിക്കുന്ന, അല്ലെങ്കിൽ സ്വർഗത്തിനും സ്വർഗാദി സ്വർഗത്തിനും ഉൾക്കൊള്ളാൻ പറ്റാത്ത മഹത്വത്തിൽ വസിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് എത്രമാത്രം എൻ്റെ ദൈവം മഹത്വപൂർണനായിരിക്കുന്നുവോ അത്രമാത്രമായിരിക്കണം ആ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ആലയം അപ്രകാരമായിരിക്കണമെന്ന് ശലോമോൻ രാജാവും അതുപോലെ തന്നെ ദാവീദ് രാജാവും പറഞ്ഞിരുന്നു. അതുകൊണ്ട് അതിനേക്കാൾ കൂടിയ ഒരു കെട്ടിടം, ഒരു ആലയം ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല, അത്രയും മഹത്വപൂർണ്ണമായി അത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തുമാത്രം പൊന്ന് അതിന് സമ്പാദിക്കാമോ അതെല്ലാം സമ്പാദിച്ചു, എന്തുമാത്രം വെള്ളി സമ്പാദിക്കാമോ അതെല്ലാം സമ്പാദിച്ചു. വെള്ളിക്കൊന്നും കണക്കില്ലായിരുന്നു, വെള്ളി കല്ല് പോലെയായിരുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും അളവ് അതുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തി. ഞാൻ പറഞ്ഞത് ആദ്യത്തെ ഈ ഭൂമിയിലെ ദൃശ്യമായ സ്ഥിരമായ ആലയത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സൊളോമോൻ രാജാവ് ആലയപ്രതിഷ്ഠ സമയത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഇന്ന് ഒന്നാം പാഠമായിട്ട് നമ്മൾ വായിച്ചു കേട്ടത്. അത് അവിടെ പറയുമ്പോൾ അതിൻ്റെ എട്ടാം അധ്യായം ഒന്നാം വാക്യം മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ അതിൻ്റെ 9-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോവ അവരോട് നിയമം ചെയ്തപ്പോൾ മോശ ഹോരോബിൽ വെച്ച് അതിൽ വെച്ചിരുന്ന 2 കൽപ്പലകയല്ലാതെ പെട്ടകത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നു. തുടർന്ന് വായിക്കുമ്പോൾ ആ പെട്ടകം കൊണ്ടുവന്ന് അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിൽ വെച്ചപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന മേഘം കൊണ്ട് ആലയം നിറഞ്ഞു. ദേവാലയത്തിനുള്ളിൽ ആളുകൾക്ക്, പ്രത്യേകിച്ച് പുരോഹിതന്മാർക്ക് പോലും നിൽപ്പാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ശലോമോൻ്റെ പ്രാർത്ഥന ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗം. അത് നമുക്ക് പലപ്പോഴും നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് സ്ഥിരീകരണം കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ 9-ാം വാക്യത്തെ ആസ്പദമാക്കിയാണ് അല്പസമയം ചിന്തിക്കാം എന്ന് കരുതുന്നത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോവ അവരോട് നിയമം ചെയ്തപ്പോൾ മോശ ഹോരോബിൽ വെച്ച് അതിൽ വെച്ചിരുന്ന 2 കൽപ്പലകയല്ലാതെ പെട്ടകത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നു. 1 രാജാക്കന്മാർ 8:9. തലവണക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, 50 വർഷം മുമ്പ് ഞങ്ങൾക്ക് അങ്ങേ ആരാധിപ്പാൻ ഒരിടം തന്ന കൃപയ്ക്കാൻ ഒന്നുകൂടെ സ്തോത്രം. ഞങ്ങളുടെ പിതാക്കന്മാരെ അങ്ങ് അത്ഭുത വെളിച്ചത്തിലേക്ക് നയിച്ച മഹാസ്നേഹത്തിനായി ഒന്നുകൂടെ സ്തോത്രം. അവർ അന്നുവരെ ചേർന്ന് നിന്ന ഒരു വിശ്വാസം, ഒരു സഭയും ഉണ്ടായിരുന്നു. എന്നാൽ അത് വിട്ടുമാറി വേറെ ഏതെങ്കിലും ഒരു ഈശ്വരവിശ്വാസം ഇല്ലാത്ത, സത്യദൈവവിശ്വാസം ഇല്ലാത്ത ഒരു ഗ്രൂപ്പായിട്ട് മാറുവാനല്ല, അങ്ങേലുള്ള വിശ്വാസം വർദ്ധിപ്പാനും അങ്ങയിൽ പൂർണ്ണ മനസ്സോടെ ചേർന്ന് നിൽപ്പാനും ഉള്ള ഒരു ഇടം അന്വേഷിച്ച് ഒരു CSI സഭയ്ക്ക് രൂപം കൊടുക്കുവാൻ
അവിടുത്തെ മക്കളെ അങ്ങോട്ട് സഹായിച്ചല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ തീരുമാനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ആ കാലങ്ങളിൽ അവർ അഭിമുഖിച്ച പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ അങ്ങവരെ ശക്തീകരിച്ചതിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ആ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ സഭയിൽ നിന്ന്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ നേതൃത്വം നൽകുവാൻ അങ്ങോട്ട് എഴുന്നേൽപ്പിച്ച കൃപയ്ക്കായി നമ്മുടെ സ്തോത്രം ചെയ്യുന്നു. ഇതെല്ലാം ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ നന്മകളാകും. കർത്താവെ, 50 വർഷം പിന്നിട്ട് അടുത്ത ഒരു 50 വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ പുതിയ ദേവാലയത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുന്നു. അതിനാണ് ഞങ്ങളെ സഹായിക്കണം. മാനുഷികമായ ചിന്തകളെ അപ്പുറമായി ദൈവികമായ ആലോചനയും ദൈവാശ്രയം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവെ, അത് ഏറ്റവും മഹത്വപൂർണ്ണമായും മനോഹരമായും ദേശത്ത് അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യത്തിൻ്റെ സാക്ഷ്യമായി നിലനിൽപ്പാൻ അങ്ങോട്ട് കൃപ ചെയ്യണം. അല്പസമയം ഞങ്ങളുടെ വചനം ധ്യാനിപ്പാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. സ്ഥിരീകരണത്തിനായിട്ട് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രത്യേകമായി പ്രാർത്ഥിക്കണം. അവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. അടിയും പറഞ്ഞ പുറമാൻ്റെ ആഴങ്ങൾ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കണം. മഹത്വം അങ്ങ് മാത്രം എടുക്കണമേ. യേശുനാഥ് പ്രാർത്ഥിക്കുന്നത് ദയവടെ കേൾക്കണമേ. ആമേൻ. സ്ഥിരീകരണ കുഞ്ഞുങ്ങൾക്കാണ് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാർ വന്നിട്ടുള്ളവരെന്ന് കൈപ്പൊക്കാം. സ്ഥിരീകരണം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാർ വന്നിട്ടുള്ളവർക്ക് കൈപ്പൊക്കിക്ക്. ഓക്കെ, താങ്ക് യു. ജ്ഞാന മാതാപിതാക്കന്മാർ വന്നിട്ടുള്ളവരെന്ന് കൈപ്പൊക്കി. ജ്ഞാന മാതാപിതാക്കന്മാർ ഓക്കെ. സാധാരണ ഇതിൽ മാതാപിതാക്കന്മാരാണോ കൂടുതൽ വരേണ്ടത്, ജ്ഞാന മാതാപിതാക്കന്മാരാണോ കൂടുതൽ വരേണ്ടത്? ജ്ഞാന മാതാപിതാക്കന്മാരല്ലേ? ഓക്കെ. ഒരുപക്ഷെ അവർ പള്ളിയുടെ പുറത്തുണ്ടായിരിക്കും. ഇവിടെ അകത്ത് ഒത്തിരി പേരെ കണ്ടില്ല. ഇതിലും മാതാപിതാക്കന്മാരും ജ്ഞാനമാതാക്കന്മാരും കുഞ്ഞുങ്ങളെ സ്ത്രീകരണത്തിനാണ് കൊണ്ടുവന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവരെ സൺഡേ സ്കൂൾ പാഠങ്ങൾ പഠിപ്പിച്ചവരും അതുപോലെ തന്നെ സ്ത്രീകരണത്തിൻ്റെ പ്രത്യേക പാഠങ്ങൾ പഠിപ്പിച്ചവരും ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ഉപദേശിമാർ, സ്ത്രീകരണ പാഠം എടുത്ത സ്ത്രീകരണം പഠിപ്പിച്ച ടീച്ചർമാർ, സാറന്മാർ, അവരെല്ലാവരും ഓർമ്മ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ദൈവം നിങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണ്. 9-ാം വാക്യം, 1 രാജാക്കന്മാർ 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ പെട്ടകത്തിൽ ഒരു വസ്തു ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്. അതെന്തായിരുന്നു? തിരിയണം കഴിഞ്ഞ ആളെ കുഞ്ഞുങ്ങൾ പറഞ്ഞ് ഉറക്കെ പറയണം. എന്നാ വലുക? കേട്ടില്ല? ഉറക്കെ പറഞ്ഞോട്ടോ, ഒന്നും പേടിക്കണ്ട. കൽപ്പലക ഉണ്ടായിരുന്നല്ലേ? കൽപ്പലക എന്തിനാ പെട്ടകത്തിനത് ചെയ്യും? എന്താണ് കൽപ്പലകയുടെ പ്രാധാന്യം? പെൺകുട്ടികളെന്ന് പറയാമോ? എന്താണ് ഈ കൽപ്പലകയിൽ അത്രയും പ്രധാനത്തോടെ അതിനകത്ത് വെക്കാൻ കാരണം? ഉറക്കെ പറഞ്ഞോ. ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് മിനിമം 4.5 മണിക്കൂറാണ്. മിനിമം 10 പിള്ളേരുണ്ടെങ്കിൽ 4.5 മണിക്കൂറാണ്. ഒരു ചോദ്യത്തിന് 1/2 മിനിറ്റ് വെച്ചായി കണക്ക് കൂട്ടുന്നു. നിങ്ങൾ ഉത്തരം പറയാൻ ആവശ്യം എന്ത് ചെയ്യും? 4.5 മണിക്കൂറിനുള്ള 5.5 മണിക്കൂറും 6 മണിക്കൂറും. അല്ലെ നിങ്ങൾ മാത്രം, ഞാനും നിങ്ങൾ മാത്രമേ എന്നെ കാണുന്നു. എല്ലാവരും വീട് പറ്റിയിരിക്കും അല്ലേ? പറഞ്ഞേ, ഈ കൽപ്പലക ഇത്രയും പ്രാധാന്യത്തെ സൂക്ഷിക്കാൻ അത് എന്ന കൽപ്പലക? നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്, കൽപ്പലകയാണ്. എന്താണ്? കേട്ടില്ല? 10 കൽപ്പന എന്നാ പറ്റി? 10 കൽപ്പനയ്ക്ക് പറഞ്ഞേ, പറയും. ആൺകുട്ടികൾ പറഞ്ഞേ, അവർ പറഞ്ഞു 10 കൽപ്പന പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു പലകയെന്നും പറഞ്ഞു. എന്നതാ വായിച്ചൊന്നും നോക്കാൻ സമയമില്ല കേട്ടോ. പറഞ്ഞേ, നിങ്ങൾക്ക് അറിയാവുന്ന ഓർമ്മയെന്ന് പറഞ്ഞാൽ മതി. തെറ്റൊന്നും കുഴപ്പമൊന്നുമില്ല, ഉത്തരം മതി നമുക്ക്. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാൻ അറിയുകയും ചെയ്യുമായിരിക്കും. പിന്നെ ഇത്രയും പേരുടെ കാക്ക എങ്ങനെ പറയുന്ന ഓർത്തായിരിക്കും. ഓക്കെ, ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് അനുസരിപ്പാനായിട്ട് എഴുതി കൊടുത്ത 10 കൽപ്പനകൾ ആണ് ഈ പലകയിൽ ഉണ്ടായിരുന്നത്. അതായത് കൽപ്പനകൾ എഴുതിയ പലകയായിരുന്നു അത്. എത്ര പലകയിലായിരുന്നു എഴുതിയിരുന്നേ? ഇത്രയും പലക ഉണ്ടായിരുന്നോ? പിന്നെ എത്ര ഉണ്ടായിരുന്നു? 2 കൽപ്പനകൾ അല്ലേ? 2 കൽപ്പനകളിൽ കൽപ്പനകൾ എഴുതി ഇസ്രായേൽ മക്കൾക്ക് മോശ മുഖാന്തരം ദൈവം കൊടുത്തു. ആ കൽപ്പലകയാണ് എവിടെ ഉണ്ടായിരുന്നത്? എവിടെ ഉണ്ടായിരുന്നത്? പെട്ടകത്തിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അത് പെട്ടകം എവിടെ ഇരിക്കുന്നേ? ഇപ്പം ഞാൻ പറഞ്ഞ സമയത്ത് പെട്ടകം എവിടെ ഇരിക്കുന്നത്? നമ്മൾ വായിച്ചു വന്നപ്പോൾ എവിടെയാ പെട്ടകം വെച്ചിരിക്കുന്നത്? എന്നോട് പറഞ്ഞേ, കേട്ടില്ല?
പറഞ്ഞോ, എന്നാ പറഞ്ഞേ? ഓക്കെ, കൊരേബിൽ വെച്ച് കിട്ടിയതാണ് ഞാൻ പറഞ്ഞത്. ആ നമ്മളിപ്പോൾ വായിച്ച ഭാഗത്ത് അത് എവിടെയാണ് കൽപ്പലയുടെ സ്ഥാനം, അല്ലെങ്കിൽ അത് വെച്ചിരിക്കുന്ന പെട്ടകത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? നമ്മൾ ഇന്ന് രാവിലെ ഒരു കല്ല് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ച് വേറെ വെച്ചു. എവിടെ വെച്ചേക്കുന്നേ? അതവിടെ തന്നെ ഇരിപ്പുണ്ടല്ലേ? അവിടെയാണോ? ഓക്കെ, അത് ആലയത്തിൻ്റെ ഇത്രയും മനോഹരമായും മഹത്വമായിട്ട് പണിതിരിക്കുന്ന ആലയത്തിൻ്റെ പ്രാകാരം, അതിപ്രകാരമല്ലേ വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്? അത് വെച്ചിരിക്കുന്നത് അതിവിശുദ്ധ സ്ഥലത്ത് അല്ലേ. നമ്മൾ സാധാരണ ആലയം പണിയുമ്പോൾ അതിൻ്റെ ഒരു മാതൃകയൊക്കെ അതിനകത്തുണ്ട്. നമ്മളവിടെ വരുന്നു, അത് പള്ളിക്കകത്ത് കയറുന്നു. ഇവിടെ വരുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ കൊയറിനൊക്കെ ഇരിക്കാനുള്ള പ്രത്യേക സ്ഥാനമുണ്ട്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? ഇവിടെ മധുബഹ എന്ന് പറയുന്ന വിശുദ്ധ സ്ഥലം എന്ന് പറയും അല്ലേ. നമ്മുടെ രീതി അനുസരിച്ച് ഇവിടെ ആരും കയറത്തില്ല. ആരേ കയറത്തുള്ളൂ? ഓടയം ചെയ്യപ്പെട്ട അച്ഛന്മാരാണ് സാധാരണ രീതിയിൽ ആരാധനാ ശുശ്രൂഷ സമയങ്ങളിൽ കയറുന്നത് അല്ലേ. ഈ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായെന്ന് കേട്ടു. ഓടയം ചെയ്യുക ആളല്ലാതെ മധുവയ്ക്കകത്ത് കയറി എന്ന് പറഞ്ഞൊരു ചെറിയ പ്രശ്നം കേട്ടു. നമ്മുടെ രീതി അനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല, ഓടയം ചെയ്യപ്പെട്ടവരാണ് എന്ത് ചെയ്യുന്നത്? മധുവയുടെ ഉള്ളിൽ കയറുകയും ശുശ്രൂഷകൾ നിർവഹിക്കുകയും ചെയ്യുന്നത്. പിന്നെ കയറുന്നത് ആരായിരിക്കും? കപ്പ്യാർച്ചനാണ് കയറുന്നത്. അത് അച്ഛനില്ലാത്തപ്പോഴായിരിക്കും കയറുന്നത്. ചില സമയങ്ങളിൽ അച്ഛന്മാർക്കും ബിഷപ്പിനും വയ്യുന്നാണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ തിരുമേനിക്ക് ഇരിക്കാനുള്ള വലിയ കസേര ചിലർ നല്ല മുഴുത്ത് പറഞ്ഞ് ഇരുന്നോട്ടെ നോക്കിട്ട് സുമാർ ഒരു 6 പേര് പിടിച്ചാലും പൊങ്ങാത്ത കൊണ്ട് കസേര ചെയ്തിട്ടുണ്ട്. എപ്പിസ്കോപ്പൽ ചേർന്നപ്പോൾ ചായരും അത് കടന്നിട്ടാൽ വേറെ ആൾക്കാരെ സഹായത്തിന് വിളിക്കാതെ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഒന്നുകിൽ ഇതുപോലെ കൊയറുകാരെയോ അല്ല ആരോഗ്യമുള്ള കപ്പ്യാർച്ചന്മാരെയോ മറ്റാൾക്കാരെയൊക്കെ വിളിച്ചെത്തിയും കയറ്റി കസര ഒന്നും കൊണ്ട് തിരിച്ചേ ഇടണേ എന്ന് പറയും. സാധാരണ ഇതിൽ എപ്പിസ്കോപ്പൽ ചെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് പലർക്കും എന്ത് ചെയ്യുന്നില്ല, അറിയത്തില്ല അത് എന്താണ് അല്ലേ. എപ്പിസ്കോപ്പൽ ചെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുണ്ടാക്കുന്നിടത്ത് പോയി പറഞ്ഞാൽ അവർക്കറിയാം. നമ്മൾ നോക്കി വലിയ കസര എന്ത് ചെയ്യും? പഠിപ്പിച്ചൊരു വലിയ തളിരം എടുത്തിട്ട് ഇതിൻ്റെ കസര ഉണ്ടാക്കി തരാൻ പറയും അല്ലേ. ഓക്കെ, അങ്ങനെയുള്ള ഒരു ചിലപ്പോൾ ചെറിയ കുഴപ്പമൊക്കെ ഉണ്ടാക്കാൻ അതിൽ എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് സഹായത്തിന് വിളിക്കാൻ. എന്നാൽ മറ്റ് ചില സഭകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതങ്ങനെയില്ല. അല്ലാതെ ആൾക്കാർ എന്ത് ചെയ്യുന്നത്? ഇതുപോലുള്ള സ്ഥലത്ത് കയറുന്നത് അത് ഓരോ പാരമ്പര്യങ്ങളാണ്, സഭയുടെ വ്യത്യസ്തമായ പാരമ്പര്യങ്ങളാണ്. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് അതങ്ങനെയാണ്. അപ്പോൾ വിശുദ്ധ സ്ഥലത്താണ് ഏതിരിക്കുന്നത്? ഈ പെട്ടകം ഇരിക്കുന്നത്. ആ പെട്ടകത്തെക്കുറിച്ച്, പെട്ടകം വെക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പെട്ടകത്തെ മൂടുവാൻ കെരൂബുകൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. കെരൂബുകൾ ഉണ്ടാക്കി, കെരൂബുകൾ എന്ത് ചെയ്യുന്നു? ചിറക് വിരിച്ച് നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. കെരൂബിൻ്റെ ചിറകുകൾ എന്ത് ചെയ്യുന്നു? 2 ചിറക് അത് കാലും മൂടിയാണ് നിൽക്കുന്നത്. 2 ചിറക് എന്ത് ചെയ്യുന്നു? 2 ചിറക് അവർ മുഖം മൂടി നിൽക്കുന്നു. 2 ചിറക് കൊണ്ട് പറന്നു നിൽക്കുന്നതാണ്. പറന്നു നിൽക്കുന്ന ചിറകിൻ്റെ ഒരു അറ്റം ഈ കൃപാസനത്തിൻ്റെ അല്ലെങ്കിൽ ഇത് വെച്ചിരിക്കുന്ന കൃപാസനം എന്നൊക്കെ പറയും. കൃപാസനത്തിൻ്റെ പകുതി വരെയും മറ്റേ കെരൂബിൻ്റെ ചിറക് പകുതി വരെ വരും. അത് മുട്ടിയില്ല എന്ന രീതിയിൽ എന്തിങ്ങനെ നിൽക്കും. അതിൻ്റെ കീഴിലാണ് എന്തിരിക്കുന്നത്? ഈ കൃപാസനം ഇരിക്കുന്നത്. അവിടെയാണ് കൃപാസനത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പെട്ടകം വെച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യത്തെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. പുരോഹിതന്മാർ, മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ എന്ത് ചെയ്യും? അവിടെ കയറും, അവിടെ കയറി ശുശ്രൂഷ ചെയ്യും. എല്ലായ്പ്പോഴും അവിടെ കയറാറില്ല എന്നും നമുക്ക് കാണാൻ സാധിക്കും. അതിവിശുദ്ധ സ്ഥലം എന്നാണ് എന്നെ പറയുന്നത്. ഈ അതിവിശുദ്ധ സ്ഥലത്ത് ഇരിക്കുന്നത് എന്താണെന്നാണ് എൻ്റെ ചോദ്യം. ഒരു പെട്ടകമാണ്. പെട്ടകത്തിൻ്റെ അകത്ത് എന്തുണ്ട്? കൽപ്പനയുണ്ട് അല്ലേ. അപ്പോൾ ആരാധനയിൽ ആലയത്തിൽ വരികയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ജനങ്ങളിലും അവരുടെ ഏറ്റവും പ്രധാനമായിട്ട് അവർ കരുതേണ്ട കാര്യം എന്നുള്ളത് ദൈവം പറഞ്ഞിരിക്കുന്നത് അതെന്താണ്? എന്തായിരിക്കും? പറഞ്ഞേ, ഉറക്കെ പറഞ്ഞു, ഉറക്കെ പറഞ്ഞേ. കൽപ്പലകയാണോ? കൽപ്പലകയാണ്, പക്ഷെ കൽപ്പന അല്ലേ. കൽപ്പലകയിലുള്ള ഒരു പക്ഷേ നിങ്ങൾ എങ്ങനെയായിരിക്കും പറഞ്ഞത്? കൽപ്പനയാണ് പ്രധാനപ്പെട്ട അല്ലേ. കൽപ്പനയാണ്. ദൈവ ആരാധനയ്ക്ക് വേണ്ടി വരുന്നവർ, ദേവാലയത്തിൽ വരുന്നവരെ അവരേറ്റവും ശ്രദ്ധിക്കേണ്ടത്, കേൾക്കേണ്ടത്, ചെവി കൊടുക്കേണ്ടത്, അനുസരിക്കേണ്ടത് ഒരേ ഒരു കാര്യത്തിന്. ഏതിനാണ്? കൽപ്പന അല്ലേ. കൽപ്പന എത്രയുണ്ട്? ഓക്കെ, 10 കൽപ്പന അറിയാവുന്നത് കൈവയ്ക്കുകയും 10 കൽപ്പന അറിയാം. സത്യം മാത്രം എന്ത് ചെയ്യാവുള്ളൂ? പറയാവൂ. സത്യമേവ ജയതേ, സത്യമേവ ജയതേ. കൈവയ്ക്കുക. ഇവിടെ ആണെങ്കിലും കൈവയ്ക്കുക. 10 കൽപ്പന അറിയാവുന്നവർ ഓക്കെ. 8 അറിയാവുന്നവർ 8, 5 കൽപ്പന. അപ്പം അതിൻ്റെ ക്രമം നോക്കണ്ട.
ഏതെങ്കിലും 5 കൽപ്പന അറിയാവുന്ന കേൾപ്പിക്കുക, 5 അതിൽ കൂടുതൽ അറിയാവുന്ന കേൾപ്പിക്കുക. കൈ പൊക്കണം, ഇല്ലേ നിങ്ങൾ ഇതൊന്നും പഠിക്കാതെ വന്നു എന്ന് ഞാനങ്ങ് വിചാരിച്ചു പോകും കേട്ടോ. ഓക്കെ, 5 കൽപ്പന അതിൽ കൂടുതൽ അറിയാവുന്നവർ. കാരണം 10 കൽപ്പന മുഴുവൻ അറിയാവുന്നവരൊന്നും എല്ലാവരും എന്ത് ചെയ്തില്ല, കൈ പൊക്കിയില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. ഒന്നുകൂടെ കൈ പൊക്കാൻ, പക്ഷേ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. 10 കൽപ്പനകൾ അറിയാവുന്നവർ ഇത് കൈ പൊക്കിക്കുക. 10 കൽപ്പനകൾ അറിയാം. ഓക്കെ, കൈ താത്തി. 9 എണ്ണം അറിയാവുന്ന കൈ പൊക്കി. 9, ഏതെങ്കിലും 9. 8, 7, 6, 5 കൽപ്പന അറിയാം. 4 കൽപ്പനകൾ. 3 കൽപ്പന, 2 കൽപ്പന, 1 കൽപ്പന അറിയത്തില്ല. അതിനെ ഉപയോഗിക്കുക. കൽപ്പന പഠിച്ചിട്ടില്ല. മോൻ എത്ര പഠിച്ചിട്ടുണ്ട്? 7. അതിനെ കൈവെക്കാതിരുന്നത് കേട്ടില്ല. ഇവിടെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചൊഴിക്കണം കേട്ടോ. ചോദ്യം ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഉത്തരം പറയണം. അത് നമ്മൾ ഇവിടെ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ വിജയം വരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചോദ്യത്തിന് ഉത്തരം. നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ചെന്ന് ഇൻ്റർവ്യൂ ചെന്നിട്ട് ചോദ്യം ചെയ്തിട്ട് ഉത്തരം പറയാതെ എന്ത് ചെയ്യും? നമുക്ക് എന്നാ അറിയാമെന്ന് പറഞ്ഞിട്ട് കഴിവണമെന്ന് ഒരു കാര്യമില്ല. അതിന് ഉത്തരം പറയുന്നതിൽ എന്ത് ചെയ്യും? നമ്മളെ ഇറക്കി വരും. അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എന്ത് ചെയ്യുക? ഉത്തരം പറയാൻ നമ്മൾ ഉത്സാഹിക്കണം, സത്യത്തോടെ ഇരിക്കുകയും ചെയ്യണം. ഓക്കെ ഓക്കെ. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നേ? കാറിന് വന്നോ, നടന്നു വന്നോ, ബസ്സിന് വന്നോ? നല്ല എന്ത് ചോദ്യം. എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ വന്നത്? തിരികെയാണത്. എങ്ങനെയാണ് നിങ്ങൾ വന്നത്? കേട്ടില്ല? ഈ ഒന്നും കേട്ടില്ല. എങ്ങനെയാണ് നിങ്ങൾ വന്നേ? ഓക്കെ, ഞാൻ തന്നെ പറയാം എളുപ്പം. നമ്മുടെ CSIയുടെ ഉപദേശം അനുസരിച്ച്, സഭയുടെ ഉപദേശം അനുസരിച്ച് വളരെ ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യും? സ്നാനം കൊടുക്കുന്ന ഒരു രീതിയാണ് ഉള്ളത്. ശിശു സ്നാനം എന്ന് പറയും. ശിശു സ്നാനം നൽകുമ്പോൾ അത് സാധാരണഗതിയിൽ കുഞ്ഞുണ്ടായി ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും? അവരെ ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ ഒരു കാര്യമുണ്ട്. അതുവരെ ആ കുഞ്ഞുങ്ങൾ, നിങ്ങളിപ്പോൾ സാധാരണ 14 വയസ്സാണ് നമ്മൾ സാധാരണ ഒരു അടിസ്ഥാന വയസ്സായിട്ട് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് 14 വയസ്സെന്ന് പറയും. 14 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ മാതാപിതാക്കന്മാർ എന്ത് ചെയ്തു? നിങ്ങളെ ദേവാലയത്തിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ അച്ഛനോട് പറഞ്ഞു, ഈ കുഞ്ഞ് ദൈവം ഞങ്ങൾക്ക് തന്ന കുഞ്ഞാണ്, ഇതിനെ എന്ത് ചെയ്യണം? സ്നാനപ്പെടുത്തി തരണമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? സ്നാനപ്പെടുത്താൻ കൊണ്ടുവരും. അപ്പോൾ അതുപോലെ നിങ്ങൾ സാധാരണ ഒരു മനുഷ്യ കുഞ്ഞാണ്. സ്നാനപ്പെട്ടപ്പോൾ നിങ്ങൾ ആരായിത്തീർന്നു? വിശുദ്ധ ബപ്തിസ്മം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരായിത്തീർന്നു? ദൈവ പൈതലായിട്ട് തീർന്നു, അല്ലേ? അതുവരെ നിങ്ങൾ സാധാരണ ഒരു മനുഷ്യ പൈതലായിരുന്നെങ്കിൽ അന്ന് തൊട്ട് നിങ്ങൾ ആരായിത്തീർന്നു? ദൈവ പൈതലായി തീർന്നു. ദൈവരാജ്യത്തിന് അവകാശികളായി തീർന്നു, അല്ലേ? ക്രിസ്തുവിൻ്റെ സഭയാകുന്ന ശരീരത്തിൻ്റെ അവയവങ്ങളായി നിങ്ങൾ തീർന്നു, അല്ലേ? എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത്? നിങ്ങൾ അന്ന് മുതൽ ആരാണ്? ചേട്ടാ ഉറക്കെ പറഞ്ഞേ. നിങ്ങൾ സ്നാനം കഴിഞ്ഞ അന്ന് തൊട്ട് നിങ്ങൾ ആരാണ്? ദൈവ പൈതലാണ്. ദൈവത്തിൻ്റെ പൈതലാണ് നിങ്ങൾ, അല്ലേ? അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത്, ദൈവത്തിൻ്റെ പൈതൽ ഞാൻ, ദൈവരാജ്യം എൻ്റേത്, സ്വർഗരാജ്യം എൻ്റേത്, അല്ലേ? ചെറുപ്പത്തിൽ അപ്പച്ചന്മാരൊക്കെ പാടിക്കൊടുക്കുന്ന പാട്ടാണ്. ഓക്കെ, അന്നു മുതൽ നിങ്ങൾ ദൈവപൈതലായിത്തീർന്നു. സാധാരണഗതിയിൽ സ്നാനം നടത്തുന്നത് പ്രധാന വാതിലിന് അവിടെയാണ്. അവിടെ സ്നാനം കഴിഞ്ഞ് എന്ത് ചെയ്തു? നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളെ അന്നത്തെ അച്ഛൻ എന്ത് ചെയ്തു? നിങ്ങളെ കരങ്ങളെടുത്തു, ഈ കർത്തൃമേശ കൊണ്ടുപോയി വെച്ച് നിങ്ങളെ പ്രാർത്ഥിച്ചു, അല്ലേ? കർത്താവേ, ഈ പൈതലിനെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു, എന്നേക്കും അങ്ങയുടെ പൈതലായിട്ടിരിപ്പാനോ കൃപ ചെയ്യണമേ എന്ന് പറഞ്ഞു നിങ്ങളെ അവിടെ സമർപ്പിച്ചു. നിങ്ങൾ ആരായി തീർന്നു? ദൈവ പൈതലായിട്ട്, അല്ലേ? ദൈവ പൈതൽ സാധാരണഗതിയിൽ എവിടെയാണ് ജീവിക്കേണ്ടത്? തീർച്ചയായിട്ടും അവർ ദൈവാലയത്തിൽ തന്നെയാണ് ജീവിക്കേണ്ടത്, അല്ലേ? ദൈവാലയത്തിൽ തന്നെയാണ് ജീവിക്കേണ്ടത്, അല്ലേ? ഈ കുഞ്ഞല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്തു? അച്ഛൻ പറഞ്ഞതേ, ഇവർ ദൈവ പൈതലാണ്, ഈ കൊച്ചിനെ എന്ത് ചെയ്യണം? ദൈവ പൈതലായിട്ട് തന്നെ എന്ത് ചെയ്യണം? വളർത്തണം എന്നും പറഞ്ഞ് എന്ത് ചെയ്തു? തിരിച്ചു കൊടുത്തിട്ട് അവരെന്താ കൊണ്ടുപോകാനാണ് തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, നിൽക്ക് ചില കാര്യങ്ങളുണ്ട്, അല്ലേ? ഈ പൈതൽ ഇവിടെ വന്നപ്പോൾ സാധാരണ ഒരു കൊച്ചായിരുന്നു, ഇപ്പോൾ ആരാണ്? ഇതൊരു ദൈവ പൈതലാണ്. ഈ പൈതലിനെ എന്ത് ചെയ്യണം? ഒരു ദൈവ പൈതലായിട്ട് തന്നെ വളർത്തണം. ഈ കൊച്ച് നിങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ കണ്ട് എന്ത് ചെയ്യരുത്? വഴിതെറ്റിപ്പോകാൻ ഇടയായി തീരരുത്. അതുകൊണ്ട് നല്ല മാതൃകയുള്ളവരായിട്ട് എന്ത് ചെയ്യണം? ഈ കുഞ്ഞിൻ്റെ മുമ്പിൽ നിങ്ങൾ സംസാരിക്കുകയും ഇടപെടുകയും
ഒക്കെ ചെയ്തോണം. അങ്ങനെ ചെയ്യുമോ? ചെയ്തേക്കാം. ഈ കൊച്ചിനെ കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. പഠിപ്പിക്കുമോ? പഠിപ്പിച്ചേക്കാം. കർത്താവിൻ്റെ പ്രാർത്ഥന ഏതാ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന അല്ലേ? സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന അറിയാവുന്നൊരു കൈവക്കിക്ക്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന അറിയാവുന്നൊരു കൈവക്കിക്ക്. കൊച്ചു കൈപ്പൊക്കുന്നത് കാണത്തില്ലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇങ്ങനെ കൈപ്പൊക്കിയാൽ ഞാൻ മുഴുവൻ അറിയത്തില്ല എന്നാണ് അറിയില്ല. അറിയാമോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന അറിയാമോ? അറിയാമോ? ഇങ്ങനെ കൈപ്പൊക്കിയാൽ കുറച്ച് കയറി അല്ലേ? ഒന്ന് നോക്കാം അല്ലേ? ഓക്കെ. കർത്താവിൻ്റെ പ്രാർത്ഥന ഈ കൊച്ചിനെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു 10 കൽപ്പന പഠിപ്പിക്കണം. എന്നാ ചെയ്യണം? 10 കൽപ്പന ഈ കൊച്ചിനെ പഠിപ്പിക്കണം. അപ്പം നിങ്ങളിതിലെ പലർക്കും എന്തറിയത്തില്ല, മുഴുവൻ കൽപ്പനയും അറിയത്തില്ല. 10 കൽപ്പനയും പഠിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അവിടെ പറഞ്ഞു 10 കൽപ്പനയും പഠിപ്പിക്കുമോ? പഠിപ്പിക്കാം. ഈ കൊച്ചിനെ വിശ്വാസ പ്രമാണം പഠിപ്പിക്കണം. വിശ്വാസ പ്രമാണം എത്രയാ? 3. ഏതെല്ലാം? ഓക്കെ. നിങ്ങൾക്കിതിൽ എത്ര വിശ്വാസ പ്രമാണം അറിയാം? 2 വിശ്വാസ പ്രമാണം കാണാതെ എല്ലാം അറിയാവുന്ന കൈപൊക്കിക്ക്. 2 വിശ്വാസ പ്രമാണം കാണാതെ എല്ലാം അറിയാവുന്ന. ഇങ്ങനെ കൈപൊക്കിയാൽ പകുതി അറിയത്തില്ലെന്ന് അർത്ഥം കേട്ടോ. അങ്ങനെ കൈപൊക്കാം. ഓക്കെ. 2 പേർക്ക് പകുതി അറിയാം, ബാക്കി 3 പേർക്ക് മുഴുവൻ അറിയാം. ഓക്കെ. ഇവിടെ ആൺകുട്ടിക്ക് ഒരാൾക്ക് ചില അറിയാം. ഓക്കെ. ഒരു വിശ്വാസ പ്രമാണം അറിയാതിരിക്കും. ഒരെണ്ണം, ഏതെങ്കിലും ഒരെണ്ണം മുഴുവൻ അറിയാതിരിക്കും. ഓക്കെ. ഇങ്ങനെ കൈവയ്ക്കാൻ നീക്കി കാണത്തില്ല. ഇവിടെ നോക്കിയാൽ ഇത്രയും പൊക്കത്തിൽ നിൽക്കുന്നതിൽ കാണത്തില്ല കേട്ടോ. ഓക്കെ. ഒരു വിശ്വാസം അറിയത്തില്ലാത്തൊരു ചോദിക്കുകയെ വിശ്വാസം അറിയത്തില്ല, തെറ്റിപ്പോവും. മുഴുവൻ അറിയത്തില്ലെന്ന് ചിലപ്പോൾ തുടങ്ങുമായിരിക്കും. മുഴുവനും വിശ്വാസം അറിയത്തില്ലാത്തൊരു ചോദിക്കുകയെ അറിയാൻ വേണ്ടിയാ സത്യം പറയണമെന്നാണ് പറഞ്ഞല്ലേ. വിശ്വാസ പ്രമാണം, എല്ലാ വിശ്വാസ പ്രമാണവും 3 വിശ്വാസ പ്രമാണവും മുഴുവൻ അറിയത്തില്ല. അങ്ങനെയുള്ള ചോദിക്കുകയെ അറിയാൻ വേണ്ടി. എല്ലാവർക്കും അറിയാം. അറിയാമോ? അവനറിയാമോ? പറഞ്ഞോ? അറിയാം. ഓക്കെ. അവനറിയാമോ? അറിയാം. അറിയാമോ? വിശ്വാസ പ്രമാണം കാണാതെ ഏതെങ്കിലും ഒരെണ്ണം ചൊല്ലാൻ അറിയാമോ? ഇപ്പുറത്തെ അറിയാമോ? അറിയാമോ? ഓക്കെ. സമയമില്ലാത്തോണ്ട് ചൊല്ലിക്കുന്നില്ല അല്ലേ? അറിയാത്തൊരു ചൊല്ലിയെ വേഗം ചൊല്ലി തീർക്കുക. അറിയത്തില്ലാത്ത ചൊല്ലി എന്ത് ചെയ്യും? ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് ചോദിക്കും. ഓക്കെ. അറിയത്തില്ലാത്തവർ എന്ത് ചെയ്യണം? അത് പഠിച്ചോണം. അറിയാവുന്നവർ എന്ത് ചെയ്യണം? അത് മറന്നു പോകാതെ വീണ്ടും പഠിച്ചോണം. സാധാരണ രീതിയിൽ കർത്താവിൻ്റെ പ്രാർത്ഥന ഒരു ആഴ്ചയിൽ എത്ര തവണ നമ്മൾ ചൊല്ലും? സാധാരണ ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ അല്ല ഒരു ക്രിസ്തീയ പൈതൽ 7. എങ്ങനെ 7 പ്രാവശ്യം എടുക്കും? പ്രാർത്ഥനയ്ക്ക് അല്ലേ? വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ എത്ര തവണ ചൊല്ലും? 14, 1, 15. ഞായറാഴ്ച പള്ളിക്കണ വന്ന് ചൊല്ലുന്നത് കൂടെ കൂട്ടിയാൽ എത്രയായി? 14, കുറഞ്ഞത് 15, 16 തവണ നമ്മൾ ചൊല്ലും അല്ലേ? അപ്പം പ്രത്യേകിച്ച് കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലി പഠിപ്പിക്കേണ്ടതില്ല. നമ്മൾ വളരെ ചെറുപ്പത്തിൽ എന്ത് ചെയ്യും? ഈ പ്രാർത്ഥനകൾ വീട്ടിൽ ചൊല്ലുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? അവർ പഠിക്കും. അങ്ങനെ പഠിപ്പിക്കണം എന്നാണ് അതിൻ്റെ ആശയം. വിശ്വാസ പ്രമാണവും സാധാരണ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ദൈനംദിന പ്രാർത്ഥനകൾ ഉപയോഗിക്കുന്നതാണ് വീട്ടിലെ പ്രാർത്ഥനയിൽ. അത് ചൊല്ലുമ്പോൾ അതും എന്ത് ചെയ്യേണ്ട കാര്യമില്ല. സാധാരണ രീതിയിൽ അപ്പോസ്തലിക വിശ്വാസ പ്രമാണം സാധാരണ നമ്മൾ എല്ലാ കുടുംബ പ്രാർത്ഥനയും ഉപയോഗിക്കുന്നതാണ് അല്ലേ? അതും നമുക്ക് ചൊല്ലി പഠിപ്പിക്കേണ്ടതില്ല. നമ്മളിത് കേട്ട് എന്ത് ചെയ്യും? കുട്ടികൾ പഠിക്കും. അപ്പോൾ വേണ്ടത് വീട്ടിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. കുടുംബ പ്രാർത്ഥന ഉള്ള വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല? അവർക്ക് പ്രത്യേകമായി അത് ചൊല്ലി പഠിപ്പിക്കേണ്ടതില്ല. അല്ലാതെ തന്നെ അവർ അത് പഠിക്കും. ഓക്കെ. കർത്താവിൻ്റെ പ്രാർത്ഥന, 10 കൽപ്പന, വിശ്വാസ പ്രമാണം. പിന്നെ ഒരു ക്രിസ്ത്യാനി തൻ്റെ ആത്മാവിൻ്റെ സൗഖ്യത്തിനായി അല്ലെങ്കിൽ രക്ഷയ്ക്കായി അറിഞ്ഞു വിശ്വസിക്കേണ്ട സകല സംഗതികളും ഈ കൊച്ചിനെ പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ കരുതിക്കൊള്ളാം. അങ്ങനെ പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിപ്പാനും ചെയ്യുവാൻ നിങ്ങളും ബദ്ധശ്രദ്ധരായിരിക്കുമോ എന്ന് ചോദിച്ചു. എല്ലാം ഞങ്ങൾ ചെയ്താക്കാമെന്ന് പറഞ്ഞ് ചെയ്തു പോയി. അപ്പോൾ ഇതെല്ലാം പഠിപ്പിച്ചതിന് ശേഷം ഈ കൊച്ചിനെ എന്ത് ചെയ്യണം? സ്ഥിരീകരിക്കാനായിട്ട് എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടു ചെല്ലാനും നിങ്ങൾ കരുതിക്കൊള്ളണം. ആന്ന് പറഞ്ഞ് തലയാട്ടിക്കൊണ്ട് എന്ത് ചെയ്താണ്? നിങ്ങളെ കൊണ്ടുപോയതാണ് അല്ലേ? ഇപ്പം എത്ര വർഷം കഴിയും? 14 വർഷം കഴിഞ്ഞിരിക്കുക. അതേ കൊണ്ടുവന്നെങ്കിലാണ് അല്ലേ? എന്നെല്ലാം ചെയ്തിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് 10 കൽപ്പന പഠിപ്പിക്കണം, വിശ്വാസ പ്രമാണം പഠിപ്പിക്കണം, കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കണം, പിന്നെ
ഒരു ക്രിസ്ത്യാനിയുടെ ആത്മാവിൻ്റെ ആത്മീയ ജീവിതത്തിനുള്ള എല്ലാ സംഗതികളും പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടുവരണം. എപ്പിസ്കോപ്പ എന്ന് പറഞ്ഞാൽ ആരാ? ബിഷപ്പ് അല്ലേ? സഭയുടെ അധ്യക്ഷൻ ബിഷപ്പിൻ്റെ കൊണ്ടുവരണം. അങ്ങനെ അതാണ് ഞാൻ ആദ്യം ചോദിച്ചു. മാതാപിതാക്കന്മാരും ജ്ഞാന മാതാപിതാക്കന്മാരും കൂടെ കൂടിയാണ് 14 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തത്? ഈ കാര്യമെല്ലാം പറഞ്ഞ് സമ്മതിച്ചതിന് ശേഷം ഇവിടുന്ന് പിള്ളേരെ കൊണ്ടുപോയത്. ഇപ്പോൾ അവരെ എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെയാണ് നിങ്ങളിവിടെ വന്നത്. ഓക്കെ, മനസ്സിലായോ? എന്നതിൻ്റെ തുടർച്ചയാണ് ഇന്നേക്ക് സുമാർ 14 വർഷത്തിന് മുമ്പ് ദൈവസേനയിലെടുത്ത തീരുമാനത്തിൻ്റെയും പ്രതിജ്ഞയുടെയും അനന്തരഫലമായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്ത് ഇവിടെ വന്നത്. അതിൻ്റെ പൂർത്തീകരണത്തിനാണ് നിങ്ങളോടെ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? അന്ന് അവർ നിങ്ങളുടെ നല്ല ജീവിതത്തിന് വേണ്ടി, നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പാകെ നല്ലൊരു മാതൃകയായിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ചില കാര്യങ്ങൾ അവർ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി അവർ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞു. എന്നതായിരിക്കും അവർ ഉപേക്ഷിച്ചത്? ചീത്ത വർത്തമാനം പറയത്തില്ല, ബീഡി വലിക്കത്തില്ല, കള്ള് കുടിക്കത്തില്ല, ഇഞ്ചക്ഷൻ എടുക്കത്തില്ല, മരുന്ന് കുത്തിവെക്കത്തില്ല, അല്ലറ ചില്ലറ വർത്തമാനങ്ങൾ, മോശമായ വർത്തമാനങ്ങൾ എന്ത് ചെയ്തില്ല, പറയത്തില്ല. നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ എന്ത് ചെയ്തില്ല? അടിയുണ്ടാകത്തില്ല. എല്ലാ ഞായറാഴ്ചകളും എന്ത് ചെയ്യും? ഞങ്ങൾ പള്ളിയിൽ പോകും. എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ തിരുവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ പാടുകയും സ്തുതിക്കുകയും ചെയ്യും. ഇങ്ങനെയെല്ലാം പറഞ്ഞാൽ പോയത്. നിങ്ങളിത് വല്ലതും കാണുകയോ കേൾക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ടോ? ഈ കൊള്ളരായ്മ വല്ലതും കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേറെയുള്ള ആൾക്കാരല്ല, നിങ്ങളുടെ മാതാപിതാക്കന്മാരും ജ്ഞാനമാതാപിതാക്കന്മാരും അങ്ങനെ വല്ലതും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അവർ ചെയ്യില്ല എന്ന് പറഞ്ഞ് പോയിരിക്കുക നിങ്ങൾക്ക് വേണ്ടി. കണ്ടിട്ടുണ്ടോ? ഇങ്ങോട്ട് നോക്കിയിരിക്കാൻ അവരെ കാണത്തില്ല, ധൈര്യമായിട്ട് പറഞ്ഞിട്ട് കുഴപ്പമില്ല. വീട്ടിൽ പപ്പായും മമ്മിയും കൂടെ അടി കൂടുന്നത് കണ്ടിട്ടുണ്ടോ? വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? എങ്ങനെ പറയുമല്ലേ? പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? വീട്ടിൽ പോകണം, അതുകൊണ്ട് പറയുന്നില്ല. അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നല്ല മാതൃകയാണെന്ന് പറഞ്ഞിട്ട് പഠിച്ചിരിക്കുക. അത് നിങ്ങൾ ഇവിടെ വന്ന് കുറേ കഴിയുമ്പോൾ ഒരു ചോദ്യമുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്വയമായിട്ട് ഏറ്റെടുക്കുന്നു എന്നാണ് ചോദ്യത്തിൻ്റെയൊക്കെ അടിസ്ഥാനം. നിങ്ങൾ അതിവിടെ എന്ത് ചെയ്യാൻ പോകണം? ഏറ്റെടുക്കാൻ പോകണം. ഏറ്റവും പ്രധാനപ്പെട്ടത് കൽപ്പനയാണ്. കൽപ്പന 10 ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു അല്ലേ? ഓക്കെ, കൽപ്പനയുമായിട്ട് ബന്ധിപ്പിച്ചാണ് എന്ത് ചെയ്തത്? നമ്മുടെ കൽപ്പനയുമായിട്ട് ബന്ധിപ്പിച്ചാണ് നമ്മുടെ ജീവിതം, ക്രിസ്തു ജീവിതം എന്ന് പറയുന്നത്, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്, ഭൗതിക ജീവിതം എന്ന് പറയുന്നത് ഏതിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു? ദൈവത്തിൻ്റെ കൽപ്പനയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മറന്നു പോകണം. അപ്പോൾ നമ്മൾ ആവർത്തന പുസ്തകം 6-ാം അധ്യായങ്ങൾ വായിച്ചു വരുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ കൽപ്പനകൾ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന ഈ കൽപ്പനകൾ എല്ലാ സമയത്തും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ മറന്നു പോകാനായിട്ട് പാടില്ല. നിങ്ങൾ ഇരിക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, വഴി നടക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, വേല ചെയ്യുമ്പോൾ എല്ലാം എന്ത് ചെയ്യണം? ഈ കൽപ്പന മറക്കരുത്. അത് നിങ്ങളുടെ കൈമേലിരിക്കണം, അടയാളം വീഴണം, നെറ്റിമേൽ പട്ടമായിരിക്കണം എന്നൊക്കെയും പറയുന്നത്. കട്ടളക്കാലം എഴുതി വെക്കണം എന്നൊക്കെ പറയുന്നത്. ഒരു നിമിഷം പോലും കൽപ്പന വിട്ടു നടപ്പാൻ എന്ത് ചെയ്യുന്നില്ല? ദൈവവചനം നമ്മളെ അനുവദിക്കുന്നില്ല. ദൈവത്തിൻ്റെ മക്കൾ ദൈവകൽപ്പന പ്രമാണിപ്പാൻ ഉത്സാഹമുള്ളവരായിരിക്കും അല്ലേ? ഓക്കെ, ഇന്ന് ഈ കൽപ്പന നമ്മുടെ ആരാധനയും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അല്ലേ? CSIയുടെ ആരാധന കൽപ്പനകളൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത്, പ്രത്യേകിച്ച് വിശുദ്ധ സംസർഗ ആരാധനയിൽ. ഇന്ന് കൽപ്പന വല്ലതും പറഞ്ഞോ? കൽപ്പന വല്ലതും ഇന്ന് പറഞ്ഞോ? കുട്ടികൾ പറഞ്ഞേ, ഇന്ന് കൽപ്പന വല്ലതും പറഞ്ഞായിരുന്നോ? പറഞ്ഞോ? എവിടെയാ പറഞ്ഞേ? എന്നാ പറഞ്ഞു? ഓർക്കുന്നുണ്ടോ? ഇന്ന് കൽപ്പനയെക്കുറിച്ച് എന്തെങ്കിലും ഇവിടെ പറഞ്ഞു? ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം എന്ന് പറഞ്ഞല്ലേ? അത് കർത്താവ് കൽപ്പനകൾ എന്ത് ചെയ്തു? ചുരുക്കി പറഞ്ഞതാണ്. 10 കൽപ്പനകൾ കർത്താവ് ചുരുക്കി 2 ആക്കി പറഞ്ഞല്ലേ? അത് 2 എന്ന് പറഞ്ഞ ഒരെണ്ണം നിങ്ങൾ പറയും, ഒരെണ്ണം പെൺകുട്ടികൾ പറയും. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. എൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറെ ഒരു കൽപ്പനയും ഇല്ല. ഈ 2 എണ്ണത്തിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു? സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കും അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ എന്നാ പറഞ്ഞു? മറുപടി എന്നാ പറഞ്ഞു? അച്ഛനത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്നാ പറഞ്ഞു? എന്നാ പറഞ്ഞു? കർത്താവ് ഞങ്ങളോട് കരുണയുണ്ടായി, ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ പടക്കണമേ. നിങ്ങളാരും പറഞ്ഞില്ലേലും ആര് പറഞ്ഞിട്ടുണ്ട്? ഗായസംഘക്കാർ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പക്ഷെ നമ്മളെല്ലാവരും ചേർന്ന് പറയണമെന്നാണ് എൻ്റെ
സാരം. അതുകൊണ്ട് വലിയ അക്ഷരത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, എഴുതിയിരിക്കുകയാണ്. അത് ജനങ്ങൾക്ക് പറയാനുള്ളതാണ് നമ്മുടെ സാധാരണ ആരാധന പുസ്തകം. അപ്പോൾ കായസംഘം അത് പറഞ്ഞു. ചിലർ നിങ്ങളുടെ കൂടുതലും പറഞ്ഞു കാണും, പക്ഷെ അത് പറയണം. എന്താ പറയുന്നതെന്ന് എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. എന്താണ് നമ്മൾ പറയുന്നത്, എന്താണ് ഇവിടെ അച്ഛൻ വായിച്ചത്, അതിന് മറുപടിയായിട്ട് നമ്മൾ എന്താ പറയുന്നത്, അല്ലേ? കൽപ്പനയെ കാക്കുക എന്ന് പറഞ്ഞാൽ കൽപ്പന അനുസരിപ്പാനുള്ള കൃപ തരണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? കൽപ്പന അനുസരിക്കാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് യഥാർത്ഥമായൊരു ദൈവവചനമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് എന്നാ പറഞ്ഞേ, അത് കഴിഞ്ഞ് എന്താ പറഞ്ഞേ, പിന്നീട് വരുന്ന പ്രധാനപ്പെട്ടത് അതിനുശേഷമാണ് പാപമോചന അറിയിപ്പ്, അല്ലേ? പാപമേറ്റ് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയുണ്ടല്ലേ, പാപമേറ്റ് കർത്താവേ എന്ത് ചെയ്യണം, ഞങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് പാപമേറ്റ് പറഞ്ഞ് പ്രാർത്ഥിച്ചവരെന്ന് കേൾപ്പിക്കുക, ഇവിടെ എല്ലാവർക്കും കേൾപ്പിക്കാം. ഇന്നിവിടെ ഈ ആരാധന എടുത്ത സമയത്ത് പാപമേറ്റ് പറഞ്ഞ് പ്രാർത്ഥിച്ചവർക്ക് കൈവെക്കാം. ഓക്കെ, കൈതാത്തിയിട്ട് ഏതാണ്ട് 10-200 ചില ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് എൻ്റെ ഒരു ഓർഡർ കണക്കുണ്ട്. അതിൻ്റെ അത് ഒരു 10-25 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, പാപമേറ്റ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർ എന്ത് ചെയ്തില്ല, പാപമേറ്റ് പറഞ്ഞില്ല. നമ്മൾ ക്രിസ്ത്യാനികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരാധന കൃത്യമായിട്ട് നമ്മൾ ലിറ്റർജി ഉപയോഗിക്കുന്ന ആൾക്കാർ, അല്ലേ? ആരാധനയെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം, ആരാധന പഠിക്കണം. ആരാധന പഠിച്ചതിന് ശേഷം മാത്രമേ ആരാധിക്കാവൂ. അല്ലാതെ ചുമ്മാ ഇങ്ങനെ വന്നിങ്ങനെ ഇരുന്നിട്ട് പോകരുത്. അത് തെറ്റാണ്, അത് കുറ്റമാണ്. ഇത് ദൈവത്തിൻ്റെ നമ്മുടെ ആരാധന പുസ്തകം പറയുന്നത്, CSIയുടെ ആരാധന പുസ്തകം ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ആരാധന പുസ്തകങ്ങളിൽ ഒന്നെന്നാണ് എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഏതാണ്ട് 80% ദൈവവചനങ്ങൾ തന്നെയാണ് അതിനകത്ത്. ബാക്കിയുള്ളത് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള 20% മാത്രമേ മറ്റു വാചകങ്ങളുള്ളൂ. ദൈവവചനം തന്നെയാണ് അതിനകത്ത് ചേർത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ ആരാധന പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട സംഗതി, അത് ആദ്യം തൊട്ട് അവസാനം വരെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധയോടെ ഇരിക്കണം എന്നുള്ളതാണ്. പാപം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം, പാപം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ബിഷപ്പ് അല്ലെങ്കിൽ സീനിയർ അച്ഛന്മാർ എന്ത് ചെയ്യും, പാപമോചന അറിയിപ്പ് കൊടുക്കും, അല്ലേ? നിങ്ങളുടെ പാപങ്ങളെല്ലാം എന്ത് ചെയ്യും, ദൈവം ക്ഷമിക്കട്ടെ എന്ന് പറയും, അല്ലേ? പാപം ഏറ്റു പറഞ്ഞവരുടെ പാപങ്ങൾ എന്ത് ചെയ്യട്ടെ, ദൈവം ക്ഷമിക്കട്ടെ എന്ന് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുകയാണ്. അവരാണ് പിന്നെ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ എപ്പം വരേണ്ടത് തിരുവത്താഴത്തിൽ വരേണ്ടത്, അല്ലേ? വേദവസ്തുത വളരെ മനോഹരമായല്ല ആരാധന പുസ്തകം ഇങ്ങനെ ഒരു വാക്യമുണ്ട്, വിശുദ്ധ വസ്തുക്കൾ ആർക്ക്, വിശുദ്ധ വസ്തുക്കൾ വിശുദ്ധർക്ക്. അങ്ങനെയാണെങ്കിൽ എത്ര പേര് ഇന്ന് കമ്പനിയിൽ കൂടും, എത്ര പേര് കൂടും? മറ്റ് സഭകളിലൊരു രീതിയുണ്ട്, കുമ്പസാരിക്കാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കുമ്പസാരിക്കാതെ പാവമായിട്ട് പറയാം, കുമ്പസാരിക്കാതെ എന്ത് ചെയ്യത്തില്ല, കുമ്പസാരിക്കാതെ കുർബാനയ്ക്ക് കൂടാൻ പറ്റത്തില്ല. നമ്മളും പാപമായിട്ട് പറയാതെ എന്ത് ചെയ്യത്തില്ല, ഇതിന് വരാൻ നമ്മൾ യോഗ്യരല്ല. അതുകൊണ്ട് CSIക്കാരൻ ആരാധനയ്ക്ക് ശ്രദ്ധിച്ചോണം. ആരാധന എവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതിനെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ് കൽപ്പന വായിക്കുന്നത്. കൽപ്പന വായിച്ചു കഴിയുമ്പോൾ എന്തെല്ലാം വീഴ്ചകൾ നമ്മൾ വന്നു പോയിട്ടുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു കണ്ണാടി പോലെ എന്ത് ചെയ്യുന്നു, കൽപ്പന നമ്മൾക്ക് മുമ്പിൽ വായിക്കപ്പെടുകയാണ്. അത് നോക്കി വേണം നമ്മൾ പാപം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാനാണ്. 10 കൽപ്പന പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അതിൽ പെടാത്ത ഒരു പാപവും ഇല്ല. എല്ലാ പാപവും ചെയ്യുന്ന ആൾക്കാർ കാണത്തില്ല. ഏതെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നെങ്കിൽ എന്ത് ചെയ്യണം, അന്നേരം തന്നെ പറയണം, അല്ലേ? മോഷ്ടിക്കരുതെന്ന് കൽപ്പന പറഞ്ഞിട്ടുണ്ടല്ലേ. ഇവിടെ രാവിലെ പല്ലും തേച്ച് ഇങ്ങോട്ട് പോകുന്നു, അല്ലേ? ആ ആഴ്ച ഒത്തിരി മോഷണമൊക്കെ തടഞ്ഞതാണ്. ഇവിടെ വന്നപ്പോൾ എന്നാ പറയുന്നത്, കൽപ്പന എന്നാ പറയുന്നു, മോഷ്ടിക്കരുത്. അപ്പം നമ്മൾ ആ കാര്യം ഓർത്ത് എന്ത് ചെയ്യണം, ദൈവമേ പറ്റിപ്പോയി, മാപ്പാക്കണം, ക്ഷമിക്കണം, അല്ലേ? കൽപ്പന എന്ത് ചെയ്തു, കൽപ്പന തെറ്റിച്ചു, ദൈവമേ ക്ഷമിക്കണമേ എന്ന് പറയാനുള്ള അവസരമാണ്. അപ്പനമ്മയെ അനുസരിക്കാതെ അവരോട് ഒച്ചയും ബഹളം ഉണ്ടാക്കിയിട്ട് വരികയാണ് എന്തിന്, പള്ളിയിലേക്ക് വന്നപ്പോൾ ഇതേ പറയുന്നു, എൻ്റെ അപ്പനമ്മയെ ബഹുമാനിക്കുക, വീഴ്ച വന്നു പോകണേ അന്നേരം ഓർത്തോണം, ദൈവമേ ക്ഷമിക്കണം, എൻ്റെ മാതാപിതാക്കന്മാരോട് ഞാൻ എന്ത് ചെയ്തില്ല, അവരുടെ വാക്ക് കേട്ടില്ല, അവരെ പ്രകോപിപ്പിച്ചു, അവരോട് മോശമായി സംസാരിച്ചു, ക്ഷമിക്കണം, അല്ലേ? ഞാനല്ലാതെ അന്യദൈവങ്ങൾക്ക് ഉണ്ടാകരുത് കൽപ്പന, അല്ലേ? നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒത്തിരി പെരുന്നാളിൽ പോയി ഇത്തിരി നേർച്ചയൊക്കെ കൊടുക്കുകയും, അല്ലേ? ഒത്തിരി സാധനങ്ങൾ നമ്മൾ പലതിൻ്റെയും രൂപം ഭാവമെല്ലാം ഉണ്ടാക്കി ഉണക്കി കൊണ്ട് ഇട്ടതാണ്, അല്ലേ? ആരാധന മറ്റൊരു പാവങ്ങളല്ലേ. ഇവിടെ വന്നപ്പോൾ എന്നാ പറയുന്നു, ഞാനല്ലാതെ അന്യദൈവങ്ങൾ ഉണ്ടാകരുത്. വേറെ ഏതെങ്കിലും ദൈവത്തിന് നിങ്ങൾ ആരാധന കൊടുത്തിട്ടുണ്ടെങ്കിൽ പറയണം, ദൈവമേ പറ്റിപ്പോയി, ക്ഷമിക്കണം. അതിനാ കൽപ്പന വായിക്കുന്നത്, ഓർത്തോണം.
നിങ്ങൾ കൽപ്പന പഠിക്കണമെന്ന് പറയുന്നതും അതിനു വേണ്ടിയാണ്. മറന്നുപോയി, കൽപ്പന പഠിക്കാതിരിക്കരുത്. കൽപ്പന നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലയാണ്. അതിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അതിൽ നിന്നാണ് നമ്മൾ ഊർജ്ജം ഉൾക്കൊള്ളേണ്ടത്. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ ചിന്തകളെ, ദൈവിക ചിന്തകൾ അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആർജിക്കേണ്ടത്. ഈ ലോകത്ത് വരുന്ന അനേക കാര്യങ്ങളെ അത് കാണുമ്പോൾ അതിൻ്റെ നന്മ തിന്മകളെ തിരിച്ചറിയാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നത് ഈ കൽപ്പനയിൽ ദൈവവചനത്തിൽ നിന്നുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളാണ് എന്ന് മറന്നു പോകരുത്. അപ്പോൾ ദൈവവചനം നമ്മൾ പ്രത്യേകമായ പ്രാധാന്യം. നമ്മൾ ഏത് പള്ളിക്കാരാ? CSI പള്ളിക്കാരൻ. CSI എന്ന് പറഞ്ഞാൽ എന്താ? ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ അതിന് വലിയ ഉണ്ടോ? അതിന് CNI അല്ലേ, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ. ഓക്കെ. CSI സഭ എത്ര വർഷമായി രൂപീകൃതമായിട്ട്? ഈ സഭയല്ല, CSI സഭ 1947 സെപ്റ്റംബർ മാസം 27-ാം തീയതി അല്ലേ? അതിനു മുമ്പ് ഏതായാലും സഭ, നമ്മുടെ സഭ ഈ പ്രദേശത്തിൽ ഏതായിരിക്കും? CMS ആയിരുന്നു അല്ലേ? CMS എന്ന് പറഞ്ഞാൽ എന്താ? ചർച്ച് മിഷൻ സൊസൈറ്റി. ചർച്ച് മിഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ചർച്ച് മിഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ മിഷണറി വിങ് ആണ് ചർച്ച് മിഷൻ സൊസൈറ്റി എന്ന് പറയാം. CMS എന്ന് ചുരുക്കം പറയാം. ഇംഗ്ലണ്ടിലെ അല്ലെങ്കിൽ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ സുവിശേഷ സംഘടനയാണ് ഇത് CMS. ആ CMS കാരാണ് എന്ത് ചെയ്ത് നമ്മുടെ ഈ ഇന്ത്യയിൽ വരികയും നമ്മുടെ മധ്യ കേരളത്തിൻ്റെ ഭാഗങ്ങളിലും ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിൽ എന്ത് ചെയ്തു? സുവിശേഷം അറിയിച്ചു. അവരിലൂടെ വന്ന സഭയിൽ അവിടെ ആരാധന ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ആരാധന രീതികളായിരുന്നു. അതുകൊണ്ട് നമ്മളൊക്കെ ഈ പ്രദേശത്തുള്ള മധ്യ തിരുവിതാംകൂറിൽ, കിഴക്കൻ പ്രദേശം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ CMS പള്ളികളാണ് ഉണ്ടായിരുന്നത്. അത് ആംഗ്ലിക്കൻ ആരാധന ആയിരുന്നു. ഓക്കെ. ആ ആംഗ്ലിക്കൻ ആരാധനയും തെക്കൻ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന LMS ലണ്ടൻ മിഷൻ സൊസൈറ്റിയും വടക്കൻ കേരളത്തിലുണ്ടായിരുന്ന ബാസൽ മിഷൻ സഭയും ചേർന്ന് പ്രധാനമായിട്ട് 3 സഭകളും അതുപോലെ തന്നെ മെത്തഡിസ്റ്റ് സഭയും ചേർന്ന് എന്ത് ചെയ്തു? 1947 ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന പേരിൽ ഐക്യസഭ രൂപീകൃതമായി. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായ 4 പാരമ്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ എവിടെയുണ്ട്? നമ്മുടെ CSI സഭയിൽ ഉണ്ട്. ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരല്ല, 4 വ്യത്യസ്തമായ പാരമ്പര്യങ്ങളുള്ള ആൾക്കാരാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ സഭ അങ്ങനെ ഒന്നായി തീർന്നത്. അപ്പം നമ്മുടെ സഭയും മറ്റ് സഭകളുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ കരിമ്പൻ സെൻറ് തോമസ് ഇടവകയുടെ പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പിതാക്കന്മാർ ആരായിരുന്നു? അവർ കാത്തലിക് സഭയിലെ വിശ്വാസികളായിരുന്നു അല്ലേ? അപ്പം അതൊരു സഭ അവിടെ ഉണ്ട്. അതിൽ നിന്ന് അവർക്ക് അത്ര യോജിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്തു? അവർ CSI ഈ സഭയിൽ അവർ ചേർന്നു. അപ്പോൾ കാത്തലിക് സഭയുണ്ട്, മാർത്തോമാ സഭയുണ്ട്, യാക്കോബ് സഭയുണ്ട്, ഓർത്തഡോക്സ് സഭയുണ്ട്, പെന്തിക്കോസ്ത് സഭകളുണ്ട്, എല്ലാ സഭകളും ഉണ്ട്. നമ്മുടെ CSI സഭയും ആ സഭകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താ വ്യത്യാസം? ഇത് ഐക്യസഭയാണ്. ഐക്യസഭ എന്താ സഭയാണ്? ബാക്കിയുള്ള സഭ പിന്നെ എന്നാ സഭയാണ്? ഓക്കെ. ബാക്കിയുള്ള സഭകൾ അത് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഇങ്ങനെ പറയാം. നമ്മുടെ സഭ ഒന്നായി തീർന്ന സഭയാണ്. മറ്റ് സഭകളൊക്കെ ഒറ്റ സഭകളാണ്. അങ്ങനെ മനസ്സിലാക്കി എളുപ്പമുണ്ട്. മറ്റ് സഭകളെല്ലാം ഒറ്റ സഭകളാണ്. നമ്മുടെ സഭ ഒന്നായി തീർന്ന സഭയാണ്. ഇപ്പോൾ മാർത്തോമാ സിറിയൻ ചർച്ച് എന്ന് പറഞ്ഞാൽ മാർത്തോമാ സിറിയൻ ക്രിസ്ത്യാനികൾ മാത്രമേ അതിൻ്റെ അകത്ത് ഉള്ളൂ. യാക്കോബസ് സിറിയൻ എന്ന് പറഞ്ഞാൽ യാക്കോബസ് സിറിയൻ ആൾക്കാർ മാത്രമേ അതിനകത്ത്. ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് സഭക്കാർ മാത്രമേ അതിൻ്റെ അകത്ത് ഉള്ളൂ. നമ്മുടെ CSIയിലോ ആരെല്ലാം ഉണ്ട്? ഈ പറയുന്ന സർവമാന ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്? ഈ സഭയിൽ അംഗങ്ങളാണ്. ഓക്കെ, മറന്നു പോകരുത്. വ്യത്യസ്തമായ വിശ്വാസ പാരമ്പര്യങ്ങൾ ഉള്ളവരും വ്യത്യസ്തമായ സഭാ അംഗങ്ങളും വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ സഭയിൽ വിശ്വാസികളായ ക്രിസ്തു വിശ്വാസിലേക്ക് വന്നവരും വിവിധങ്ങളായ ഭാഷകൾ സംസാരിക്കുന്നവരും എല്ലാവരും ചേർന്ന് ആണ് നമ്മുടെ സഭ രൂപീകൃതമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ സഭയാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയ സഭ. ഒരു സുവിശേഷ വിഹിത സഭ എന്നുള്ള നിലയിൽ ഏതൊരാൾക്കും ഉറച്ചു നിൽപ്പാൻ, ചേർന്ന് നിൽപ്പാൻ പറ്റിയ ഒരേ ഒരു സഭ ഏത് സഭയാണ്? CSI സഭയാണ്. ഏത് ഭാഷക്കാർക്കും ഇവിടെ അംഗത്വമുണ്ട്. ഏത് തലത്തിലുള്ള ആൾക്കാരും ഇവിടെ അംഗത്വമുണ്ട്. മറന്നു പോകാം. ഓക്കെ, അതാണ് നമ്മുടെ സഭയുടെ പ്രത്യേകത. ഓക്കെ, നമ്മുടെ സഭയ്ക്ക് ഓരോ സഭകൾക്കും അവരവരുടേതായ ഉപദേശങ്ങളുണ്ട്.
ഓരോ സഭയ്ക്കും അവരുടേതായ ഉപദേശങ്ങളുണ്ട്. നമ്മുടെ സഭയ്ക്ക് CSI സഭയ്ക്ക് എന്തുണ്ട്? CSI സഭയ്ക്കും അതിൻ്റെതായ ഉപദേശങ്ങൾ ഉണ്ട്. ഓക്കെ. സക്രമം എത്രയുണ്ട്? ഏതെല്ലാം? 2 സക്രമം അല്ലേ? ഏതെല്ലാമാണ്? ബപ്തിസ്മയും തിരുവത്താഴ്, വിശുദ്ധ സംസർഗ ശുശ്രൂഷ. ഓക്കെ. ഈ വേദപുസ്തകത്തിൽ എത്ര പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്നു? 66 പുസ്തകങ്ങൾ. കൽപ്പന ചുരുക്കി പറഞ്ഞപ്പോൾ യേശു എന്നാ പറഞ്ഞേ? 2 പറഞ്ഞാൽ ഈ 2 കൽപ്പനകളിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു? സകല ന്യായപ്രമാണവും പ്രവചനങ്ങളും അല്ലെ? ന്യായപ്രമാണം ഏതാണ്? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. മോശയുടെ 5 പുസ്തകങ്ങൾ അല്ലേ? ന്യായപ്രമാണ പുസ്തകം അല്ലെ, തോറ എന്ന് പറയും. ഈ 2 കൽപ്പനകളിൽ ഈ 5 പുസ്തകങ്ങളും, പിന്നെ പ്രവാചകന്മാരേതാ? യെശയ്യാവ്, യെരമ്യാവ്, എസെക്കിയേൽ, യോവേൽ, ദാനിയേൽ അല്ലേ? അങ്ങനെയുള്ള പ്രവാചകന്മാരും അടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ 2 കൽപ്പന വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ എന്തെല്ലാം കൂടെ വായിക്കണം? ഈ 2 കൽപ്പനയുടെ പൊരുൾ, അതിൻ്റെ അർത്ഥം, അതിൻ്റെ അർത്ഥവ്യാപ്തി മനസ്സിലാവണമെങ്കിൽ എന്തെല്ലാം കൂടെ നമ്മൾ വായിക്കണം? ചേർന്ന് വായിച്ച് പഠിക്കണം. മോശയുടെ 5 പുസ്തകങ്ങളും പ്രവാചക പുസ്തകങ്ങളൂടെ വായിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? കർത്താവ് പറഞ്ഞ 2 കൽപ്പന മുഴുവനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഇന്ന് പള്ളിയിൽ വരുന്നതിന് മുമ്പ് വേദവസം വായിച്ചവരെന്ന് കൈവയ്ക്കുക. ഇന്ന് പള്ളിയിൽ വരുന്നതിന് മുമ്പ് വേദവസം വായിച്ചവരെ സത്യം മാത്രം പറഞ്ഞാൽ മതിയേ. ഓക്കെ. 2, 6 പേര്. ഓക്കെ. അതെ. ഇന്നലെ വേദവസം വായിച്ചതിന് കൈവയ്ക്കുക. ഇന്നലെ 4 പേര്. ഓക്കെ. കൈതാതെ എല്ലാ ദിവസവും വേദവസം വായിക്കുന്നവർ നോക്കിക്കേ. എല്ലാ ദിവസവും വേദവസം വായിക്കണം. രാവിലെ വൈകുന്നേരം എപ്പോഴേക്കും. ഓക്കെ. 2 പേര്, 3 പേര്. ഓക്കെ. കൈതാത്തിട്ടു. മാതാപിതാക്കന്മാരെ, ജ്ഞാനമാതാക്കന്മാരെ നിങ്ങൾ കേട്ടുകൊള്ളുകയും 19 കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ന് സ്ഥിരീകരണത്തിനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ 3 പേരെന്ത് ചെയ്യുന്നുണ്ട്? വേദവസം വായിക്കും. ഇത് അവരുടെ കുഴപ്പം എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ആരുടെ കുഴപ്പമാണ്? എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ആരെങ്കിലും ഇവരോട് വേദവസം വായിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഇവർ കൃത്യമായിട്ട് വേദവസം വായിക്കാത്ത എന്താ? ഓക്കെ. വേദവസം നമ്മൾ വായിക്കണം. കൽപ്പനയുടെ വ്യാഖ്യാനം എവിടെ കിടക്കുന്നു? ഈ വേദവസത്തിലാണ് കിടക്കുന്നു അല്ലേ? അതുകൊണ്ട് ഇത് നമ്മൾ വായിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ലോകത്ത് എങ്ങനെയാണ് നമ്മൾ ജീവിക്കുകയാണെന്ന് നമുക്ക് അറിയാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന പുസ്തകം ഏതാണ്? വിശുദ്ധ വേദപുസ്തകം. ഏറ്റവും കൂടുതൽ ഭാഷകളിൽ തർജ്ജമ ചെയ്തിരിക്കുന്ന പുസ്തകം ഏതാണ്? ഈ വേദപുസ്തകമാണ്. ഏറ്റവും കൂടുതൽ ഓരോ വർഷവും വിറ്റഴിക്കപ്പെടുന്ന പുസ്തകവും അച്ചടിക്കപ്പെടുന്ന പുസ്തകവും ഏത് തന്നെ? ഈ വേദപുസ്തകം തന്നെ. ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഈ ആധുനിക കാലത്തുള്ള എല്ലാ രാജ്യങ്ങളും നോക്കിയാൽ അതിൻ്റെ ഭരണഘടനകളെല്ലാം ഒളിഞ്ഞു തെളിഞ്ഞ് നിൽക്കുന്ന, സ്വാധീനിച്ചിരിക്കുന്ന ഒരേ ഒരു പുസ്തകം ഏതാണ്? ഈ വിശുദ്ധ വേദപുസ്തകമാണ്. രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും അല്ലാത്ത ചിന്തകന്മാരിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഗുരുക്കന്മാരിലാണെന്ന് നോക്കിയാൽ അവരെല്ലാം സ്വാധീനിച്ചിരിക്കുന്ന ഒരേ ഒരു പുസ്തകം ഏതാണ്? ഈ വിശുദ്ധ പുസ്തകം. അങ്ങനെയാണെങ്കിൽ നമ്മളെ സ്വാധീനിക്കുന്നത് എന്ത് ചെയ്യണം? ഇതുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടായി. വേദവസം എന്ത് ചെയ്യണം? എല്ലാ ദിവസവും വായിക്കും. ഓക്കെ. ഇന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കണം. വേദവസം എല്ലാ ദിവസവും വായിക്കും. ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുന്നുണ്ട്. സമ്മതിച്ചാൽ നിങ്ങൾ പോകുന്നു. ഇവിടെ എടുക്കുന്ന പ്രതിജ്ഞകൾ നിങ്ങളുടെ ആയുസിൻ്റെ എല്ലാ നാളും നിങ്ങൾ പാലിപ്പാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ അതിന് അനുസരിച്ച് ഉത്തരം പറയേണ്ടതാണ് എന്ന പ്രതിയോട് ഓർമ്മിക്കട്ടെ. എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്തോളുക? വേദവസം വായിക്കും. എല്ലാ ദിവസവും വേദവസം വായിക്കും. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അത് നിങ്ങളുടെ ജീവിതത്തെ എന്ത് ചെയ്യും? വളരെ പോസിറ്റീവായി രൂപപ്പെടുത്തുന്നത് യാതൊരു സംശയം. അതിനുള്ള ദൈവം നിങ്ങൾ സഹായിക്കട്ടെ. സുവിശേഷം വായിച്ച് വേദഭാവം എന്ന് പറഞ്ഞ്, സുവിശേഷം ഏതായിരുന്നു വായിച്ച്? യോഹന്നാൻ 14:15. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യത്തിലാണ് വായിച്ച്. 14-15 എന്ന് പറഞ്ഞ് അടുത്തവർ ഞാൻ തന്നെ പറയാം, സമയം ചുരുക്കാം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കുട്ടികളെന്ന് പറഞ്ഞ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കൽപ്പനകൾ എവിടെ ഇരിക്കുന്നു? നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എവിടെയാണ്? ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും കേന്ദ്രത്തിൽ എന്തായിരിക്കുന്നത്? കൽപ്പനയാണ് ഇരിക്കുന്നത്. കൽപ്പന അനുസരിക്കാതെ ദൈവത്തെ നമുക്ക് ആരാധിപ്പാനോ പ്രസാദിപ്പാനോ അതനുസരിച്ച് ജീവിപ്പാനോ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ദൈവവചനം എല്ലാ ദിവസവും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക, അതനുസരിച്ച് ജീവിപ്പാനും സഹായിക്കുക. ദൈവവചനോട് തന്നെ പരിശുദ്ധാത്മാവിനെ സഹായിക്കുകയും ചെയ്യുക. അപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മൂത്തവും കാലാവസാനം കൂടാനായിരിക്കുമാറാകട്ടെ.
Oh